അപ്പോൾ ഹലോ, ഗുഡ് ഈവനിങ് ആൻഡ് നമസ്തേ എല്ലാവർക്കും. Welcome to our educational and very informative session on Hindu traditions, culture and rituals, part 2. കഴിഞ്ഞ മാസം നമ്മൾ ഇതേപോലെ ഒരു സെഷൻ നടത്തിയിരുന്നു. ആൻഡ് സമയക്കുറവ് കൊണ്ടാണ് നമ്മൾ ഒരു തീരുമാനമെടുത്തു, നമുക്ക് പാർട്ട് 2 ഒരു സെഷനും കൂടെ നമുക്ക് വേണം എന്നും പറഞ്ഞ്. അതുകൊണ്ട് ഇന്ന് നമ്മൾ പാർട്ട് 2 അതിൻ്റെതായ ഫസ്റ്റ് സെഷൻ കഴിഞ്ഞു, സെക്കൻഡ് സെഷൻ ഇന്ന് നമ്മൾ ചെയ്യുന്നു. അതിന് നമ്മളോടൊപ്പം വളരെ പ്രമുഖയായിട്ടുള്ള ശ്രീമതി ലക്ഷ്മി പ്രിയയാണ് ഉള്ളത്. Lakshmi is from Trivandrum and lives with her husband and 2 children. She is a BSc, LLB and MBA. അതില് LLB and MBA കല്യാണത്തിന് ശേഷമാണ് എടുത്തത്. Lakshmi Priya works in the state service. She is the youngest state secretary. She works in the board for public sector transformation in the Department of Industries as an executive assistant to chairman, and she is also in charge of training. Lakshmi is the state secretary of the Madhur Samiti, Kerala Kshetra Samrakshana Samiti, and has been in this post for the past 5 years. Her son is in college and daughter in +2. Just like many of our students sitting here today. അപ്പോൾ കഴിഞ്ഞ സെഷനിൽ ലക്ഷ്മി spoke to us about who is a Hindu, is Hindu a religion, daily rituals starting from the time we wake up. She also spoke about Pancha-Mahayajnangal, Pancha-Bhutangal. Today, she will be educating us with traditions and practices that we need to observe or follow when we go to temples and more. Without any further delay, let me welcome Srimati Lakshmi Priya to this session. Good to have you here back with us, Lakshmi. Namaskaram once again. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മതാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. എല്ലാവർക്കും എൻ്റെ സ്നേഹ വിനീത നമസ്കാരം. ഇവിടെ ഡീറ്റ ചേച്ചി പറഞ്ഞതുപോലെ നമ്മൾ ആദ്യം ഒരു സെഷനാണ് പ്ലാൻ ചെയ്തിരുന്നത് എംപവറിന്റെ നേതൃത്വത്തില്. പക്ഷെ അന്ന് നമ്മുടെ ഒരു സമയക്കുറവ്, നമ്മൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു വന്നപ്പോൾ ഒരു സമയക്കുറവ് വന്നു. അന്ന് നമ്മൾ നിശ്ചയിച്ച വിഷയം തന്നെയാണ് ഈ ക്ഷേത്ര ദർശന സമയത്ത് നമ്മൾ അറിയേണ്ടതായിട്ടുള്ളത് അല്ലെ പാലിക്കേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങൾ എന്നുള്ള ആ ഒരു വിഷയം. എന്തായാലും അത് ഒരു ഈശ്വര നിശ്ചയമായിട്ട് തന്നെ ഞാൻ കണക്കാക്കുകയാണ്. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് കഴിഞ്ഞ 1 മാസം മുൻപാണ് ഈ ഒരു വിഷയം ഇതിന്റെ ഫസ്റ്റ് പാർട്ട് ചെയ്തത്. അതിനുശേഷം ഏകദേശം 30 ഡേയ്സ് കഴിഞ്ഞിട്ട്, അതായത് ഇപ്പം 7th ആയി, കഴിഞ്ഞത് നമ്മൾ ജൂൺ 9th ആണ് ചെയ്തത്. അപ്പൊ 1 മാസ കാലയളവിന് ശേഷം നമ്മൾ അടുത്ത സെഷൻ തുടങ്ങുകയാണ്. അപ്പൊ അത് ശരിക്കും നമ്മൾ എപ്പോഴും പറയാറുള്ള ഒരു കാര്യമാണ്, മാൻ പ്രൊപ്പോസസ് ഗോഡ് ഡിസ്പോസസ് എന്നല്ലേ. പക്ഷെ നമ്മള് പ്രൊപ്പോസ് ചെയ്ത കാര്യം ഒരു തടസ്സവും കൂടാതെ ഈശ്വരൻ അംഗീകരിച്ചു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് നമ്മുടെ ഈ സെക്കൻഡ് പ്രോഗ്രാം എന്ന് പറയുന്നത്. ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാരണവശാൽ ഇത് മുടങ്ങാം, തടസ്സപ്പെടാം, എന്തെങ്കിലും വരും. പക്ഷെ ഈശ്വരൻ സഹായിച്ച് നമുക്ക് അങ്ങനെ യാതൊരുവിധ ബുദ്ധിമുട്ടും ഉണ്ടായില്ല. അതുകൊണ്ട് ഇതൊരു ഈശ്വര നിശ്ചയമായിട്ട് തന്നെയാണ് ഞാൻ കണക്കാക്കുന്നത്. ഇതിന് പിന്നില് പ്രവർത്തിക്കുന്ന എല്ലാവർക്കും ഞാൻ ഒരിക്കൽ കൂടി നമസ്കാരവും നന്ദിയും എല്ലാം അറിയിച്ചു കൊള്ളുന്നു. അതുപോലെ തന്നെ എന്നെ ഈ ഒരു എംപവർ എന്ന് പറയുന്ന ആ ഒരു സൊസൈറ്റിയിലോട്ട്
എന്നെ ആദ്യമായിട്ട് കൊണ്ടുവന്ന് പരിചയപ്പെടുത്തി തന്ന പത്മാവതി ചേച്ചിക്ക് ഈ അവസരത്തില് ഞാൻ നമസ്കാരവും നന്ദിയും അർപ്പിക്കുകയാണ്. നമ്മുടെ വിഷയത്തിലോട്ട് നമുക്ക് കടക്കാം. നമ്മള് എല്ലാവരും ക്ഷേത്ര ദർശനത്തിന് പോകാറുണ്ട്, തിരിച്ചു വരാറുണ്ട്. പക്ഷെ എന്ത് ചെയ്തു, എന്തൊക്കെ കാര്യം ചെയ്തു, അല്ലെങ്കിൽ ആ കാര്യങ്ങൾ എന്തിനു വേണ്ടി ചെയ്തു എന്നുള്ളതിനെ പറ്റിയിട്ട് ഒരു പക്ഷേ നമുക്ക് എല്ലാവർക്കും അറിവില്ല എന്നല്ല പറയുന്നത്, ഒരു പക്ഷേ നമുക്ക് ചില കാര്യങ്ങളിലൊക്കെ കുറച്ച് അറിവ് കുറവ് ഉണ്ടായിരിക്കാം. ഇത് നമുക്ക് അങ്ങനെ ഒരു എന്താ പറയാനായിട്ട് കൃത്യമായിട്ട് ഒരു ക്ലാസ് ലഭ്യമാകാത്തതിന്റെ പുറത്തോ, അല്ലെങ്കിൽ നമുക്ക് ഒരാള് പറഞ്ഞു തരാനുള്ള, അല്ലെങ്കിൽ നമുക്ക് എല്ലാ കാര്യത്തിനും അതിൻ്റെതായ ഒരു സമയമുണ്ട് ദാസ എന്ന് നമ്മുടെ സിനിമയിൽ പറയും പോലെ നമുക്കറിയേണ്ട സമയം ഇതായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും നാള് അറിയാതെ ഇരുന്നിട്ടുണ്ടെങ്കിൽ അത് സംഭവിച്ചത്. അത് ആരുടെയും ഒരു ന്യൂനതയായിട്ടോ അല്ലെങ്കിൽ അതൊരു കുറവായിട്ടോ ഞാൻ കാണാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ തന്നെ ഇത് പഠിച്ചത് കേരള ക്ഷേത്ര സംരക്ഷണ സമിതി എന്ന് പറയുന്ന സംഘടനയിൽ എത്തിപ്പെട്ടുകൊണ്ടാണ്. ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ഒരു കാരണവശാലും ഈ കാര്യങ്ങളൊന്നും പഠിക്കില്ലായിരുന്നു. അപ്പൊ നമ്മൾ ഗീതയിലെ 13-ാം അധ്യായത്തിലെ 2-ാം ശ്ലോകം എന്ന് പറയുന്നത് ഇതം ശരീരം കൗന്ദേയ ക്ഷേത്രമിഥ്യതി ദീയതേ എന്നാണ്. അതായത് അതിൽ നമ്മുടെ ശരീരത്തിനെ ക്ഷേത്രത്തിനോട് ഉപമിക്കുകയാണ്. അല്ലെങ്കിൽ ക്ഷേത്രം എന്ന് പറയുന്നത് ഈ മനുഷ്യന്റെ ശരീരത്തിന്റെ പ്രതീകമാണ് എന്നാണ് പറയുന്നത്, അല്ലെ? അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈശ്വരന്റെ സൃഷ്ടിയില് സമുന്നത സൃഷ്ടിയായ മനുഷ്യന്റെ രൂപത്തിലുള്ള ക്ഷേത്രങ്ങൾ, അല്ലെങ്കിൽ മനുഷ്യ രൂപത്തിലുള്ള ക്ഷേത്രം, അതിന്റെ ക്ഷേത്രം നമ്മുടെ മനുഷ്യന്റെ ശരീരമാണെങ്കിൽ ആ ക്ഷേത്രത്തിനുള്ളിൽ ഇരിക്കുന്ന വിഗ്രഹം എന്ന് പറയുന്നത് ജീവാത്മാവാണ്. അല്ലെങ്കിൽ ദേഹത്തിന്റെ അകത്ത് ദേഹി ഇരിക്കുന്നത് പോലെയാണ് ക്ഷേത്രത്തിന്റെ അകത്ത് അതിന്റെ വിഗ്രഹവും നമ്മൾ പ്രതിഷ്ഠിച്ചിട്ടുള്ളത്, അല്ലെ? അപ്പൊ നമ്മൾ ഈ പരബ്രഹ്മത്തിനെ നമ്മൾ ഒരു വിഗ്രഹത്തിലേക്ക് പ്രവേശിപ്പിച്ചിട്ടാണ് നമ്മളെ ക്ഷേത്രം രൂപീകരിക്കുന്നത്. സാധാരണ മറ്റു സമുദായങ്ങളുടെ ആരാധനാലയങ്ങളെ നമ്മൾ കേവലം പ്രാർത്ഥനാലയങ്ങളായിട്ടാണ് കണക്കാക്കുന്നത്, അല്ലെ? പക്ഷെ ഹിന്ദുവിന്റെ ക്ഷേത്രങ്ങളെ നമ്മൾ എന്താണ് പറയുന്നത്? ആരാധനാലയം എന്നൊരിക്കലും പറയില്ല, അല്ലെങ്കിൽ പ്രാർത്ഥനാലയം എന്നൊരിക്കലും പറയില്ല. നമ്മൾ അവിടെ ദേവാലയം, ദേവന്റെ ആലയമായിട്ടാണ് പറയുന്നത്. എന്തുകൊണ്ടാണ്? ഒരു ക്ഷേത്രത്തിനെ സംബന്ധിച്ചിടത്തോളം ആ ക്ഷേത്രത്തിലെ വിഗ്രഹം അല്ലെങ്കിൽ ആ പ്രതിഷ്ഠ എന്ന് പറയുന്നത് ഒരു തന്ത്രിയുടെ, ഒരു ക്ഷേത്രത്തിനെ, ആ ക്ഷേത്രത്തില് ഒരു തന്ത്രി ഉണ്ടാവും, അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ആ തന്ത്രിയുടെ പ്രാണന്റെ ഒരു അംശം ആ പ്രതിഷ്ഠയിലോട്ട് പകർത്തി കൊടുത്തിട്ടാണ്, ആ ഊർജത്തോടു കൂടിയാണ്, ആ ഊർജത്തിലാണ് നമ്മൾ ഈ ഒരു വിഗ്രഹം അവിടെ പ്രതിഷ്ഠിക്കുന്നത്. അത് പ്രതിഷ്ഠിക്കുന്നതിന് ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഓരോ ശിലകളുടെ കാര്യം, ഇതിന്റെ താഴെ ഓരോ എന്തോ മുളപ്പിക്കല്, വിത്ത് മുളപ്പിക്കല്, ഇങ്ങനെ പല 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 പ്രക്രിയകൾക്ക് ശേഷം ആ ഒരു അമ്പലം അല്ലെങ്കിൽ ഒരു ക്ഷേത്രം നമ്മൾ പ്രതിഷ്ഠ ചെയ്യുന്നു എന്ന് പറയുന്നത്. അതിനെക്കുറിച്ച് ആധികാരികമായിട്ടൊന്നും ഞാൻ ഈ അവസരത്തിൽ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. അതിന് ഞാൻ ആളുമല്ല എന്ന് പറയുന്നു. കാരണം എന്തെന്ന് വെച്ചാൽ അത് വളരെ വാസ്റ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ്. അത് ഞങ്ങളുടെ ആചാര്യനായിട്ടുള്ള, ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ ആചാര്യനായിട്ടുള്ള മാധവ്ജി അതിനെ പറ്റിയിട്ട് ഒരു ആധികാരികമായിട്ടൊരു പുസ്തകം തന്നെ എഴുതിയിട്ടുണ്ട്, ക്ഷേത്ര ചൈതന്യ രഹസ്യം എന്ന് പറയുന്ന പുസ്തകം. അതിപ്പോ ഇംഗ്ലീഷിലും ലഭ്യമാണ്. ദ എസോടെറിക്സ് ഓഫ് ടെമ്പിൾ എനർജി എന്നാണ് അതിന്റെ ഇംഗ്ലീഷിലെ വിവർത്തനം. അതും നമുക്ക് ലഭ്യമാണ്. അപ്പം ഈ കാര്യങ്ങള് ആ പുസ്തകത്തില് വിശദമായി പറയുന്നുണ്ട്. നമ്മുടെ കോടതികൾ പോലും ആധികാരികമായിട്ടുള്ള റെഫറൻസിന് ഉപയോഗിക്കുന്ന പുസ്തകമാണ് ഈ ക്ഷേത്ര ചൈതന്യ രഹസ്യം എന്ന് പറയുന്നത്. അപ്പൊ ഈ സങ്കീർണമായിട്ടുള്ള ഈ പ്രവർത്തനങ്ങൾക്ക് ഇന്നത്തെ ശാസ്ത്ര വിജ്ഞാനത്തിന് അതീതമാണ്. ഈ ക്ഷേത്രത്തിലെ ഓരോ കാര്യങ്ങളും എന്ന് പറയുന്നത് ഈ ശാസ്ത്ര വിജ്ഞാനത്തിന് അതീതമാണ്.
അല്ലെ? അപ്പൊ പ്രകാശ തരംഗങ്ങളെ അല്ലെങ്കിൽ ശബ്ദ തരംഗങ്ങളെ ഉൾപ്പെടുത്തി നമ്മൾ ടിവിയും റേഡിയോ ഒക്കെ എങ്ങനെ പ്രവർത്തിക്കുന്നു, അതുപോലെ ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രത്തിലെ അജ്ഞാതമായിട്ടുള്ള മേഖലകൾ ഒരുപാടുണ്ട്. നമുക്ക് തന്നെ അറിയാം. ഇപ്പൊ നമ്മളുടെ സാധാരണ മനുഷ്യന് കാണാൻ പറ്റുന്ന കളറുകൾ ഏതൊക്കെയാണ്? വിബ്ജിയർ അല്ലെ? ആ വയലറ്റിനും റെഡിനും ഇടയിലുള്ള ആ 7 നിറങ്ങൾ, അല്ലെങ്കിൽ അത് ഉൾപ്പെടെയുള്ള ആ 7 നിറങ്ങൾ മാത്രമേ നമ്മുടെ സാധാരണ കണ്ണുകൾക്ക് കാണാനാവൂ. ബാക്കിയെല്ലാം മിക്സിംഗ് ആണ് അല്ലെ വരുന്നത്, ബാക്കി നിറങ്ങളൊക്കെ. പക്ഷേ ഇതിനപ്പുറം കളേഴ്സ് ഇല്ല എന്ന് പറയാൻ പറ്റുമോ? നമുക്ക് പറയാം. നമ്മൾ എപ്പോഴും കേട്ടിട്ടുണ്ട് അൾട്രാ വയലറ്റ് അല്ലേ? നമുക്ക് കാണാൻ പറ്റുമോ അൾട്രാ വയലറ്റ്? അല്ലെങ്കിൽ ഇൻഫ്രാ റെഡ് കാണാൻ പറ്റുമോ? പക്ഷെ നമുക്കത് ഇല്ല എന്ന് പറയാൻ പറ്റുമോ? ഉണ്ടല്ലേ, ശാസ്ത്രത്തിൽ അങ്ങനെ പറയുന്നുണ്ട്. അൾട്രാ വയലറ്റ്, ഇൻഫ്രാ റെഡ്, ഇത് രണ്ടും നമുക്ക് കാണാൻ പറ്റില്ല. നമുക്ക് ഈ വയലറ്റിനും റെഡിനും ഇടയിലുള്ള കളേഴ്സ് മാത്രമേ കാണാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെയാണ് നമ്മുടെ ശബ്ദ തരംഗങ്ങളുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ. നമുക്ക് 20 to 20,000 ഹെർട്സ് വരെ നമുക്ക് കേൾക്കാൻ പറ്റുള്ളൂ. നമ്മുടെ ചെവികൾക്ക് അത്രയ്ക്കുള്ള കഴിവേ ഉള്ളൂ. പക്ഷെ 20യുടെ താഴെ ഹെർട്സ് ഇല്ലെന്നാണോ പറയുന്നത്? അതോ 20,000 മുകളിൽ ഇല്ലെന്നാണോ പറയുന്നത്? അപ്പൊ നമുക്ക് അതിനപ്പുറം ഉണ്ട്. പക്ഷെ നമ്മുടെ മനുഷ്യൻ എന്ന് പറയുന്ന ഒരു നിർമ്മിതിക്ക് ഇത്രമേ ഉള്ളൂ കാണാൻ പറ്റുന്നത്. അതിനുള്ള കഴിവേ കപ്പാസിറ്റിയെ നമുക്കുള്ളൂ. പക്ഷെ അതിനപ്പുറം ഉള്ളത് നമുക്ക് കാണാൻ പറ്റില്ല. അപ്പൊ സാധാരണ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ മനചാലിതമായ മനസ്സുകൊണ്ട് സൈക്കോ എഞ്ചിനീയറിംഗ് സെന്ററുകളാണ് ക്ഷേത്രങ്ങൾ എന്ന് പറയുന്നത്. സാധാരണ മനുഷ്യൻ ഒരു ഈശ്വരനെ അറിയണമെങ്കിൽ ക്ഷേത്രത്തിലൂടെ അറിയാൻ പറ്റുള്ളൂ. അല്ലാത്ത ഒരു രീതിയിലൂടെ ഈശ്വരനോട്ട് അടുക്കാൻ പറ്റുന്നത് ക്ഷേത്രത്തിലൂടെയാണ്. ഇപ്പം വലിയ ഋഷീശ്വരന്മാരാരും ക്ഷേത്രത്തിൽ പോയി കണ്ടിട്ടുണ്ടോ? അവർക്ക് അവന്റെ ആവശ്യമില്ല. അവര് വേറൊരു എനർജി തലത്തിൽ നിൽക്കുന്ന ആൾക്കാരാണ്. അവർക്ക് സിദ്ധികൾ പലതുണ്ട്, അതുകൊണ്ട് അവർക്ക് ആവശ്യമില്ല. പക്ഷെ നമ്മളെ പോലെയുള്ള സാധാരണ മനുഷ്യന് ഈശ്വരനിലേക്ക് അടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു കേന്ദ്രമാണ് ക്ഷേത്രം എന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ മനഃശാസ്ത്രവും തന്ത്രശാസ്ത്രവും ഉൾപ്പെടുന്ന ഒരു സങ്കീർണമായ ഋഷി പ്രോക്തങ്ങൾ, അതായത് ഋഷികളാൽ എഴുതപ്പെട്ടിട്ടുള്ള ഒരു രീതിയാണ് ക്ഷേത്രത്തിൽ നമ്മൾ ആചരിക്കുന്നത്. ഇപ്പം ഈ ക്ഷേത്രത്തിൽ ദർശനം, ഇത് ഞാനൊരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞതാണ്. ഈ ക്ഷേത്രത്തിൽ ദർശനം ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ ആ ദർശനം ചെയ്യുന്ന സമയത്ത് നമ്മൾ 5 കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ ആ ദർശനം പൂർണ്ണമാവുകയുള്ളൂ. എന്തൊക്കെയാണ് ആ ദർശനം? ആദ്യം ചെയ്യേണ്ടതാണ് അദ്ദേഹം പ്രദക്ഷിണം ചെയ്യുക. അതിനു മുൻപേ അദ്ദേഹം കുളിച്ച് ശുദ്ധി വരുത്തണം, പേഴ്സണൽ ക്ലീൻലിനെസ് ഒക്കെ പാലിക്കണം, അതൊക്കെ വേറെ. അതെല്ലാം നമ്മൾ ചെയ്ത് കഴിഞ്ഞ് നമുക്കെല്ലാം അറിയാമെന്നുള്ളൊരു കാര്യമായതുകൊണ്ടാണ് അതിൽ ഞാൻ പറയാത്തത്. ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്ന സമയത്ത് അദ്ദേഹം ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. 1, പ്രദക്ഷിണം. 2, വന്ദനം. 3, നമസ്കാരം. 4, വഴിപാട്. 5, പ്രസാദ സ്വീകരണം. ഇങ്ങനെ 5 കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് നമ്മൾ ഒരു ക്ഷേത്രത്തില് ചെന്ന് തൊഴുത് അതിന്റെ ആ ഒരു സർക്കിള് തീരുക എന്ന് പറയുന്നത്. അപ്പം ക്ഷേത്രത്തിലെ ദേവന്റെ അടുത്ത് ചെല്ലുമ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യമാണ്. അപ്പൊ ക്ഷേത്രത്തിന്റെ ദേവനിലോട്ട് നമ്മൾ എത്തണമെങ്കിൽ ആദ്യം ചെയ്യേണ്ട കാര്യം എന്താണ്? പ്രദക്ഷിണമാണ്, അല്ലെ? ക്ഷേത്രദേവന്റെ സവിധത്തിലേക്ക് നമ്മൾ ഇടത് തിരിഞ്ഞ് ലക്ഷ്യത്തിൽ എന്നതുപോലെ പ്രയാണമാണ് പ്രദക്ഷിണം എന്ന് പറയുന്നത്. നമ്മൾ പ്രദക്ഷിണം ഒരിക്കലും ആന്റി ക്ലോക്ക് വൈസ് ചെയ്യാറില്ല. എപ്പോഴും നമ്മൾ ക്ലോക്ക് വൈസ് ആണ് പ്രദക്ഷിണം ചെയ്യുന്നത്. അപ്പൊ പ്രദക്ഷിണം എന്ന് പറയുമ്പോഴത്തേക്ക് ആ പ്രദക്ഷിണം എന്നുള്ള വാക്കിന് തന്നെ വളരെയധികം അർത്ഥങ്ങളുണ്ട്. അത് നമ്മുടെ ആഗമന ഉപനിഷത്തിലൊക്കെ പറയുന്നുണ്ട് അതിന്റെ അർത്ഥം എന്താണെന്നുള്ളത്. പ്രാചിത്യന്തി ഭയം സർവേ ദകാരോ മോക്ഷ സിദ്ധിതഃ ഷികാരോ ക്ഷീയതേ രോഗാത് നകാരം ശ്രീപ്രദായകം എന്നാണ് പറയുന്നത്. അതായത് നമ്മളൊരു പ്രദക്ഷിണം, ഒരു അമ്പലത്തിൽ ചെന്ന് പ്രദക്ഷിണം വയ്ക്കുന്നതിനോടുകൂടി നമ്മുടെ രോഗത്തിന് നാശം സംഭവിക്കുന്നു. പ്രാചിത്യന്തി
ഭയം നമ്മുടെ ബാക്കിയുള്ള എല്ലാ കാര്യത്തിൽ നിന്നുള്ള ഭയം നമുക്ക് മാറുന്നു. ദകാരോ മോക്ഷ സിദ്ധിദാഹ, നമുക്ക് മോക്ഷം ലഭിക്കുകയാണ് ആ പ്രദക്ഷിണത്തിലൂടെ. ക്ഷികാരോ ദായതേ ക്ഷീയതേ രോഗാ എന്നാണ്, രോഗങ്ങൾ നശിക്കപ്പെടുന്നു. നകാരം ശ്രീപ്രദായകം, നമുക്ക് ഐശ്വര്യം വരും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഒരു പ്രദക്ഷിണം വയ്ക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഗുണങ്ങൾ എന്ന് പറയുന്നത്. നമ്മൾ എങ്ങനെയാണ് രോഗം നശിക്കുന്നത്, എങ്ങനെയാണ് നമുക്ക് ഭയം നശിക്കുന്നത്? ഭയം നശിക്കുന്നത് എങ്ങനെയാണ്? നമ്മൾ ഈശ്വരനിലോട്ട് അടുക്കുവാണ്. അതുകൊണ്ട് സ്വാഭാവികമായിട്ട് ഒരു സൈക്കോളജിക്കൽ, ഞാൻ നേരത്തെ പറഞ്ഞു അല്ലെ, മനഃശാസ്ത്രപരമായിട്ട് നമ്മളെ ഒരു റിഫോം ചെയ്തെടുക്കുന്ന ഒരു സ്ഥലമാണ് ക്ഷേത്രം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നമ്മളെ ഈ അമ്പലത്തിൽ പോകുമ്പോൾ തന്നെ നമ്മുടെ ആത്മവിശ്വാസം കൂടുവാണ്. അതുപോലെ തന്നെ നമ്മുടെ രോഗം എങ്ങനെ ഭേദമാവും? അമ്പലത്തിൽ പോകുമ്പോൾ സ്വാഭാവികമായിട്ടും ആൾക്കാർ ചോദിക്കും, പ്രദക്ഷിണം വെച്ചെന്ന് പറഞ്ഞാൽ രോഗം എങ്ങനെ ഭേദമാവാം? അപ്പൊ നമ്മളത് പറയാൻ നമ്മൾ അറിഞ്ഞിരിക്കണം. നമ്മള് ഇന്നത്തെ ക്ഷേത്രത്തിന്റെ കാര്യമല്ല ഞാൻ പറയുന്നത്. പഴയ കാലത്തെ ക്ഷേത്രങ്ങള്, നമ്മുടെ ഋഷീശ്വരന്മാർ എന്തിനാണ് കല്ല് പാകിയിരുന്നത്, കരിങ്കല്ല് എന്തിനാണ് പാകിയിരുന്നത്? നമ്മുടെ കാലിന്റെ അടിയിലുള്ള സെൻസറി നെർവ്സിനെല്ലാം പ്രഷർ പോയിന്റ് അല്ലെ, പ്രഷർ കൊടുക്കുന്നതാണ് ഈ കല്ലിന്റെ പുറത്തൂടെ നമ്മൾ പ്രദക്ഷിണം വെക്കുന്ന സമയത്ത് എന്ന് പറയുന്നത്. നമ്മുടെ ഏകദേശമുള്ള എല്ലാ രോഗങ്ങളും ഈ കാലിന്റെ അടിയിൽ പ്രഷർ കൊടുക്കുന്നതോടുകൂടി, ഈ ഭൂമിയുമായിട്ട് ഒരു ബന്ധം വരുന്നതോടുകൂടി ഏകദേശ രോഗങ്ങളെല്ലാം മാറും എന്നാണ് പറയുന്നത് അല്ലെ. അത് മാത്രമല്ല, തീർച്ചയായിട്ടും ഇന്ന് നമ്മൾ വാക്കിങ്ങിന് പോകുന്നു. എന്തിനാ വാക്കിങ്ങിന് പോകുന്നത്? എന്തുകൊണ്ട് നമുക്ക് ക്ഷേത്രത്തിന്റെ അകത്ത് ഈ പ്രദക്ഷിണം ചെയ്തുകൂടാ? ആ പ്രദക്ഷിണമല്ല ആ വാക്കിങ്ങിന്റെ ഭാഗമല്ലേ? ആലോചിച്ച് നോക്കൂ. പക്ഷെ നമ്മള് അത് ചിന്തിക്കുന്നില്ല. വാക്കിങ്ങിന് പോകും, പക്ഷെ അമ്പലത്തില് പ്രദക്ഷിണം വെക്കാൻ നമുക്കില്ല. മാത്രമല്ല, എന്താണ്, നമുക്ക് ഭൂമിയുമായിട്ട് ഒരു ബന്ധവും ഇല്ല. എങ്ങനെയാ? ചെരുപ്പിടുവാണ് നമ്മളവിടെ. അതേസമയം അമ്പലത്തിന്റെ അകത്ത് ഈ കല്ലുകൾ, കരിങ്കല്ല്, അതും വെറും ഉള്ള കരിങ്കല്ലല്ല, അതൊക്കെ കൃഷ്ണശിലയും അങ്ങനെ ശിലകളെല്ലാം, എല്ലാ കല്ലുകളും നമ്മൾ അമ്പലത്തിൽ ഉപയോഗിക്കില്ല. അപ്പൊ ശിലകളെല്ലാം നോക്കിയാണ് അവർ ഇടുന്നത്. അപ്പൊ നമ്മുടെ കാലിന്റെ അടിയിൽ കറക്റ്റ് ആയിട്ട് ആ പ്രഷർ പോയിന്റ്സിൽ ആ അമർത്തുമ്പോഴത്തേക്ക് അതിൽ കറക്റ്റ് ആയിട്ട് ബ്ലഡ് സർക്കുലേഷൻ വരികയാണ്. പക്ഷെ അതൊക്കെ നമ്മൾ മറന്നിട്ടാണ് ഇപ്പൊ ഉള്ള ആധുനിക അമ്പലങ്ങളിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? ടൈൽസ് അല്ലേ, ഒരല്പം വെള്ളം കിടന്നാൽ മതി. നമ്മൾ സാധാരണഗതിയിൽ നമുക്ക് പൂജയും ഒക്കെ ഉള്ളത് കൊണ്ട് തീർച്ചയായിട്ടും വെള്ളം വീഴും നമ്മുടെ ആ ഒരു രീതിയിൽ. ഇപ്പൊ നേരത്തെ പറഞ്ഞ ആരാധനാലയങ്ങളിലാണെങ്കിൽ അല്ലെങ്കിൽ പ്രാർത്ഥനാലയങ്ങളിലാണെങ്കിൽ കുഴപ്പമില്ല, അവർ ഒരിടത്ത് നിന്ന് ഇരിക്കുവാണ്, അവർക്ക് കുഴപ്പമില്ല. ടൈൽസും മാർബിൾസും ഒക്കെ അവർക്ക് പറ്റും. പക്ഷെ നമ്മുടെ ആരാധനാലയങ്ങളിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തന്നെയാണ് നമുക്ക് ആപ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. പക്ഷെ അതൊക്കെ നമ്മൾ മറന്നാണ് നമ്മൾ മോഡേണൈസേഷന് വേണ്ടി പോയിട്ട് ഇത്തരം കാര്യങ്ങളെല്ലാം മാറ്റുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ ഈ ഒരു പ്രദക്ഷിണം ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണം എന്ന് പറയുന്നത്. അപ്പൊ 4 കാര്യങ്ങളാണ് പ്രദക്ഷിണം ചെയ്യുന്നതോടുകൂടി നമുക്ക് ലഭ്യമാകുന്നത്: രോഗനാശം, ഐശ്വര്യം, മോക്ഷപ്രദാനം, അതുപോലെ തന്നെ നമുക്ക് ഭയം നശിക്കുന്നു. അതുപോലെ തന്നെ ഈ നമ്മള് വലം വെക്കുന്നു എന്ന് പറയുന്നു. എങ്ങനെയാണ് വലം വെക്കേണ്ടത്? അതിനും ഒരു രീതിയുണ്ട്. അത് പറയുന്നത് എന്താണ്? പദാത് പാദാന്തരം ഗച്ഛേത് കരൗചല വിവർജിതോ സ്തു നിർവാചി ഹൃദി ധ്യാനം ചതുരംഗം പ്രദക്ഷിണം. കാലുകൾ അടിവെച്ച് വേണം നടക്കാൻ അല്ലേ. നമ്മൾ എന്ത് ചെയ്യും? അപ്പുറത്തും നോക്കും. നമ്മൾ ചിലപ്പോൾ സംസാരിച്ചെന്നിരിക്കും അല്ലെ, കൈ എവിടെയോട്ടെങ്കിലും പോവും. അങ്ങനെയല്ല പ്രദക്ഷിണം എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ കൈ കൂപ്പി നെഞ്ചിനോട് ചേർത്ത്, കരങ്ങൾ ചലിക്കാതെ കൂപ്പി പിടിച്ച് നമ്മുടെ ദേഹത്തോട് ചേർത്ത് വെച്ച് വേണം നടക്കാൻ. എങ്ങനെയാണ്? കാലുകൾ അടിവെച്ച് വേണം നടക്കാൻ. ഇനി വാക്കുകൾ കൊണ്ടോ? നമ്മള് സാധാരണ നാട്ടിലെല്ലാം നമ്മൾ കാണുന്ന ഒരു കാര്യമാണ് അല്ലേ. നമ്മൾ ചെന്നാൽ എന്തുണ്ട് വിശേഷം, മോൻ വന്നോ, മോൻ പോയോ അല്ലേ, അമ്പലത്തിന്റെ അകത്ത് വെച്ചാ ചോദിക്കുന്നത്. പ്രദക്ഷിണം ചെയ്യുവാണ് അതിന്റെ ഇടയില. അപ്പൊ നമ്മൾ അതിന്റെ ആ ഒരു ഇമ്പോർട്ടൻസ് എന്താണെന്ന് മറന്നിട്ടാണ് നമ്മളത് ചെയ്യുന്നത്. പക്ഷെ ഇത് അറിയാന്നുള്ള ഒരാൾ നാളെ ഒരിക്കലും ഇങ്ങനെ ഒരു അവസരം വരികയാണെങ്കിൽ വരാം എന്ന് പറഞ്ഞിട്ട് പ്രദക്ഷിണം ചെയ്തിട്ട് വന്നിട്ട് മോൻ വന്നോ മോൻ വന്നില്ലയോ എന്നുള്ള കഥ പറയാൻ പോകും അല്ലെ. അപ്പൊ നമുക്ക് അറിഞ്ഞൂടാത്തത് കൊണ്ടാണ് ഒരു പരിധി വരെ ആ പ്രദക്ഷിണം വെക്കുന്ന സമയത്ത് നമ്മൾ സംസാരിക്കുന്നത്. ആ പ്രദക്ഷിണം വെക്കുന്ന സമയത്ത് നമ്മൾ വാക്കുകൊണ്ടും ഹൃദയം കൊണ്ടും
ദേവരൂപ വാക്കുകൊണ്ട് ഭഗവാനെ ഭജിക്കുവാനും ഹൃദയത്തിൽ നമ്മൾ ദൈവത്തെ മനസ്സിൽ വച്ചിക്കുവാനും ആ ഒരു സമയം നമ്മൾ പരമാവധി ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഇതാണ് നമ്മൾ ആ ഒരു പ്രദക്ഷിണം ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ. ഇനി ഈ പ്രദക്ഷിണം ചെയ്യുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞു അടിവെച്ചാണ് നടക്കുന്നതെന്ന്. ആ നടക്കുന്നതിന് ഒരു ശ്ലോകം പറയുന്നുണ്ട്. എങ്ങനെയാണെന്ന് അറിയാമോ? ആസന്ന പ്രസവാനാരി തൈലപൂർണം യഥാഘടം വഹന്തി ശനകൈര്യാദി തഥാ കുര്യാൽ പ്രദക്ഷിണം എന്നാണ്. അതായത് ഒരു പൂർണ്ണ ഗർഭിണിയായിട്ടുള്ള ഒരു സ്ത്രീ എങ്ങനെയാണോ എണ്ണ നിറച്ചൊരു കുടം തലയിൽ വെച്ചിട്ട് നടക്കുന്നത്. അപ്പൊ ഒരു ഗർഭിണി, പൂർണ്ണ ഗർഭിണി എന്ന് പറയുമ്പോൾ നടക്കുന്നത് എത്ര പതുക്കെയാണ് നമ്മൾ മനസ്സിലാക്കണം, എത്ര കെയർഫുൾ ആയിട്ടാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് തുളുമ്പാതെ എങ്ങനെയാണോ മെല്ലെ കെയർഫുൾ ആയിട്ട് നടക്കുന്നത് അതേ രീതിയിൽ വേണം നമ്മൾ നടക്കേണ്ടത്. പക്ഷെ നമ്മൾ എന്താ സാധാരണഗതിയിൽ ചെയ്യുന്നത്? ഓട്ട പ്രദക്ഷിണം അല്ലേ? അമ്പലത്തിൽ പോയാൽ നമ്മളൊരു ഓട്ട പ്രദക്ഷിണം വെച്ചിട്ട് എങ്ങനെയെങ്കിലും നമ്മൾ ഓടും. പക്ഷെ ഓട്ട പ്രദക്ഷിണം ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ല എന്നാണ്. ഓട്ട പ്രദക്ഷിണം ചെയ്യുന്നുണ്ട്, അത് ചില പൂജാരിമാര് ചില പൂജാവിധാനങ്ങളുടെ ഭാഗമായിട്ട് അവർക്ക് ബലി തൂവുന്നതിന്റെ ഭാഗമായിട്ട് അവർക്ക് ചെയ്യാം. അതൊരു പൂജയുടെ ഭാഗമായിട്ടാണ്. അതല്ലാതെ നമ്മൾ ഓട്ട പ്രദക്ഷിണം ചെയ്യാനേ പാടില്ല എന്നാണ് പറയുന്നത്. ഇനിയോ, ഇനി നമ്മൾ ഇതെല്ലാം കഴിഞ്ഞു. ഇനി എങ്ങനെ പ്രദക്ഷിണം, എത്ര പ്രദക്ഷിണം വെക്കും? ഏത് ദേവനായി ഇരിക്കുന്നത് ആ ദേവനനുസരിച്ചിട്ടുള്ള പ്രദക്ഷിണം വേണം നമ്മൾ വെക്കേണ്ടത്. നമ്മൾ തോന്നുന്ന രീതിയിൽ തോന്നുന്ന പ്രദക്ഷിണം വെക്കുക, അല്ലെങ്കിൽ ഒരെണ്ണം മതി, അത്രയൊക്കെ മതി എന്നുള്ള രീതിയിൽ വെച്ചിട്ട് പോവുക, അങ്ങനെയല്ല. നമ്മൾ ഓരോ ഈശ്വരനും ഓരോ എണ്ണം പറഞ്ഞിട്ടുണ്ട് അതിന്. അത് പറയുന്നത് ഏകം കുര്യാൽ ദേവ ദ്വേ സൂര്യ ത്രീണി ശങ്കരേ ചത്വാരി ദേവി വിഷ്ണുശ്ച സപ്താശ്വേത പ്രദക്ഷിണം എന്നാണ് പറയുന്നത്. അപ്പൊ ഏകം നമ്മൾ ഗണപതിക്കാണെങ്കിൽ ഒരെണ്ണം മതി, സൂര്യഭഗവാന്റെ ക്ഷേത്രമാണെങ്കിൽ 2 എണ്ണം ചെയ്യണം. അതേസമയം മഹാദേവന്റെ അടുത്താണെങ്കിൽ നമ്മൾ 3 എണ്ണം ചെയ്യണം. ദേവി വിഷ്ണു അതൊക്കെയാണെങ്കിൽ നമ്മൾ 4 പ്രദക്ഷിണം വേണം ചെയ്യേണ്ടത്. ഇനി അയ്യപ്പസ്വാമിയുടെ അടുത്താണെങ്കിലോ 5 പ്രദക്ഷിണം ചെയ്യണം എന്നാണ്. എന്തുകൊണ്ടാണ്? ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, പഞ്ചഭൂതങ്ങൾക്ക് അധിപനാണ് അയ്യപ്പസ്വാമി എന്ന് പറഞ്ഞു. അപ്പൊ 5 പ്രദക്ഷിണം, അത് ഓർക്കാനും എളുപ്പമാണ്, നമ്മൾ അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. അപ്പൊ 5 പ്രദക്ഷിണം. ഇനി മുരുകസ്വാമിയുടെ അടുത്താണെങ്കിലോ 6 പ്രദക്ഷിണം അല്ലെ? ഷൺമുഖനാണല്ലോ, അപ്പൊ 6 പ്രദക്ഷിണം. ബാക്കി ഇപ്പം നമ്മുടെ ബാക്കി ആർക്കും അങ്ങനെ പ്രത്യേകിച്ച് കണക്ക് പറയുന്നില്ല. ആലിനാണെങ്കിൽ 7 പ്രദക്ഷിണം പറയുന്നുണ്ട്. പിന്നെ ചില പുസ്തകങ്ങളിൽ പറയുന്നുണ്ട് 3 പ്രദക്ഷിണം. അത് ആർക്കാണേലും 3 പ്രദക്ഷിണം എന്നുള്ളത് നമ്മുടെ ആദിഭൗതികവും ആധ്യാത്മികവും ആദി ദൈവികവുമായിട്ടുള്ള രീതിയിൽ പോകാൻ വേണ്ടിയിട്ട് 3 പ്രദക്ഷിണം എന്ന് നമ്മൾ പറയുന്നുണ്ട്. അപ്പൊ അത് ആർക്ക് വേണമെങ്കിലും ചെയ്യാമെന്ന് പറയുന്നുണ്ട്. പക്ഷെ ചില പുസ്തകങ്ങളിൽ കൃത്യമായിട്ട് നമുക്ക് അറിയാവുന്ന ഈശ്വരന്മാരെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന സ്ഥലത്ത് ഏകദേശം ഇത്രയൊക്കെ അല്ലേ ഉള്ള ഏകദേശമുള്ള എല്ലാ അമ്പലങ്ങളിലും. അപ്പൊ അവിടെ നമ്മൾ ഈ ഒരു കാര്യം വേണം ശ്രദ്ധിച്ച് ചെയ്യേണ്ടത്. അപ്പൊ പ്രദക്ഷിണം വയ്ക്കുമ്പോഴത്തേക്ക് ആ പ്രദക്ഷിണത്തിന്റെ എണ്ണത്തിന് വരെ കൃത്യമായിട്ട് നമ്മുടെ ഋഷീശ്വരന്മാര് എണ്ണം പോലും കൽപ്പിച്ചിട്ടുണ്ട്. പക്ഷെ അതൊന്നും നമ്മൾ ശ്രദ്ധിക്കുന്നില്ല, അല്ലെങ്കിൽ ശ്രദ്ധിച്ചിട്ടിരുന്നില്ല എന്നുള്ളതാണ് വലിയൊരു ന്യൂനത എന്ന് പറയുന്നത്. ചിലപ്പോൾ ഒരു പക്ഷെ നമ്മുടെ സനാതന ധർമ്മത്തിന് ഇത്രയും ഒരു എന്താ പറയുന്ന ഒരു മൂല്യ ചോർച്ച സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കാത്തതുകൊണ്ടോ അല്ലെങ്കിൽ നമുക്ക് കിട്ടാത്തത് കൊണ്ടോ ആവാം. അപ്പോ ഇത്തരം കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട്. പ്രദക്ഷിണത്തിന്റെ കാര്യമാണ് ഞാൻ ഇത്രയും നേരം പറഞ്ഞുള്ളൂ. ആദ്യത്തെ കാര്യമേ നമ്മൾ എത്തിയിട്ടുള്ളൂ അല്ലേ? നമ്മൾ 5 കാര്യം പറഞ്ഞു, അതിൽ പ്രദക്ഷിണം മാത്രമേ ആയുള്ളൂ. ആ പ്രദക്ഷിണം പോലും തീർന്നിട്ടില്ല. ഇനി എങ്ങനെ പ്രദക്ഷിണം ചെയ്യണം? എത്രയായി? ആദ്യം എന്തൊക്കെയാ പ്രദക്ഷിണത്തിന്റെ ഗുണം എന്നുള്ളതായി.
പ്രദക്ഷിണം ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ ശ്രദ്ധിച്ച് അടിവെച്ച് എങ്ങനെയാണ് കൈവെക്കുന്നത് എന്നൊക്കെ ഉള്ളത് നമ്മൾ പറഞ്ഞു. ഇനി ആ കൈവെക്കുന്നതിൽ തന്നെ നമ്മൾ വിരലുകൾ മേൽപോട്ട് പിടിച്ച് വേണം വെക്കാനായിട്ട്. എന്തിനാണ്? ഈ 10 വിരലുകളും നമ്മുടെ ഹൃദയത്തോട് ചേർത്താണ് നമ്മൾ വെക്കുന്നത്. അതെല്ലാം നമ്മൾ ദേവനായി ത്യജിക്കുന്നു എന്നുള്ളത് ആണ് നമ്മൾ അതിന് പ്രതീകമായിട്ട് നമ്മൾ പറയുന്നത്. ഈ 5 വിരലുകൾ എന്ന് പറയുന്നത് പഞ്ചഭൂതങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്, അല്ലെ? വിരലുകളിലും ഉണ്ട് നമ്മുടെ പഞ്ചഭൂതങ്ങൾ എന്ന് പറയുന്നത്. ആ 5 പഞ്ചഭൂതങ്ങളെ സൂചിപ്പിക്കുന്ന വിരലുകളെയാണ് നമ്മൾ കൈകൂപ്പി മുകളിലോട്ട് വെക്കുന്നത്. പ്രകൃതിയും പുരുഷനും തമ്മിലുള്ള ബന്ധമാണ് വലത് കൈയും ഇടത് കൈയും എന്ന് ചില പുസ്തകങ്ങളിൽ പറയുന്നുണ്ട്. അതുകൊണ്ടാണ് 2 കൈയും കൂപ്പുന്നത്. അല്ലെ, നമ്മള് വലത് പുരുഷനും ഇടത് പ്രകൃതി എന്ന് പറഞ്ഞാൽ സ്ത്രീ തന്നെയാണ്. അപ്പൊ പ്രകൃതിയും പുരുഷനും ചേർന്നിട്ടുള്ളതാണ് ഈ ഭൂമി എന്നാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ 2 കൈയും കൂപ്പി വിരലുകളെല്ലാം മേൽപോട്ട് എല്ലാം ഞാൻ അവിടുത്തെ കാൽപാദങ്ങളിൽ സമർപ്പിക്കുന്നു എന്നുള്ള അർത്ഥം വരുന്നതിലേക്കായിട്ടാണ് നമ്മൾ 2 കൈകളും കൂപ്പി തൊഴുന്നത്. അപ്പൊ ഈ 5 വിരലുകൾ എന്ന് പറയുന്നത് ആകാശം, വായു, അഗ്നി, ജലം, പൃഥ്വി. ആകാശം തള്ളവിരലാണ് നമ്മൾ ആകാശം വരുന്നത്, വായു, അതുപോലെ തന്നെ നടുവിരൽ അഗ്നി, ജലം, പൃഥ്വി. അപ്പൊ ഈ കാര്യങ്ങളാണ് നമ്മൾ പ്രദക്ഷിണം വയ്ക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്. ഇനി പ്രദക്ഷിണം വെച്ച് നമ്മൾ ഈ എത്രയാണോ പ്രദക്ഷിണം അതെല്ലാം കഴിഞ്ഞ് നമ്മൾ വരുമ്പോ എന്ത് ചെയ്യും? നമ്മൾ നമസ്കരിക്കും, അല്ലെ? ഈ പ്രദക്ഷിണം എല്ലാം ചെയ്ത് എല്ലാം നാമൊക്കെ ചൊല്ലിയാണ് വരുന്നത്. അത് കഴിയുമ്പോൾ നമ്മൾ നമസ്കരിക്കും ഭഗവാനെ. എന്താണ്? നമ്മളെ സർവവും സമർപ്പിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ആ നമസ്കാരം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മുടെ ഭൗതികമായത് കൂടാതെ മനോബുദ്ധി, അഹങ്കാരം, ചിത്തം എല്ലാം നമ്മൾ ഭഗവാനില് സമർപ്പിക്കുകയാണ്. അത് നമ്മുടെ എന്താ പറയാ, പുരുഷനെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ അവൻ അഷ്ടാംഗ നമസ്കാരം അല്ലെങ്കിൽ ദണ്ഡ നമസ്കാരം ചെയ്യും, സാഷ്ടാംഗ നമസ്കാരം ചെയ്യും. പിന്നെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ പഞ്ചാംഗ നമസ്കാരമേ ചെയ്യുള്ളൂ. അത് എന്തിനാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമ്മുടെ ഈ സാഷ്ടാംഗ നമസ്കാരത്തിൽ നമ്മളെ 8 ഭാഗങ്ങളും അതിൽ നമുക്ക് ഭൂമിയില് തൊട്ടിട്ടാണ് ചെയ്യുന്നത്. പഞ്ചാംഗത്തിൽ 5 എണ്ണേ വരത്തുള്ളൂ. അപ്പൊ എന്തുകൊണ്ടാണ് അതങ്ങനെ ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സ്ത്രീകൾക്ക് എന്തുകൊണ്ട് അത് ചെയ്തുകൂടെ എന്ന് ചോദ്യം പലതും വരാറുണ്ട്. അപ്പൊ എന്തുകൊണ്ട് ചെയ്തുകൂടാന്ന് ചോദിച്ചാൽ അത് നമ്മളെ സയന്റിഫിക്കലി അല്ലെങ്കിൽ നമ്മുടെ ആരോഗ്യപരമായിട്ട് നമുക്കത് പ്രശ്നങ്ങൾ ഉണ്ടാകും. നമ്മുടെ യൂട്രസിനും അങ്ങനെയുള്ള സ്ത്രീകൾക്ക് ബുദ്ധിമുട്ടുകൾ വരാതിരിക്കുവാൻ വേണ്ടിയിട്ട്, ആ സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന ചില രോഗങ്ങൾ ഉണ്ടാകാതിരിക്കുവാൻ വേണ്ടിയിട്ടാണ് ഈ പഞ്ചാംഗ നമസ്കാരമേ ചെയ്യാൻ പാടുള്ളൂ എന്ന് നമ്മുടെ ഋഷീശ്വരന്മാരെ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇത്രയുമാണ് നമ്മുടെ പ്രദക്ഷിണത്തെ പറ്റിയിട്ട് എനിക്ക് പറയാനുള്ളത്. അപ്പൊ നമ്മുടെ രക്തം ഡയാലിസിസ് ചെയ്യുന്നത് പോലെയാണ് മനസ്സിനും ബുദ്ധിക്കും മറ്റും ഒരു ഡയാലിസിസ് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ക്ഷേത്ര ആരാധന എന്ന് പറയുന്നത്. അപ്പൊ ഇനി അടുത്ത് നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? നമ്മൾ പ്രദക്ഷിണം കഴിഞ്ഞു, വന്ദനം എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു, അല്ലെ? വിരലുകൾ 5 വിരലുകളും മുകളിലോട്ട് കൂപ്പി ചെയ്യുന്ന കാര്യം പറഞ്ഞു. ഇനി മൂന്നാമത്തെ പോയിന്റാണ് നമസ്കാരം. അതും ഞാനിപ്പോ പറഞ്ഞു. സാഷ്ടാംഗ നമസ്കാരവും പഞ്ചാംഗ നമസ്കാരവും ചെയ്യണം എന്ന് ഞാൻ പറഞ്ഞു. 4ാമത്തെ പോയിന്റ് വഴിപാട്. ഇതാണ് ഇന്ന് എല്ലാവരും തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുള്ള ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത്. നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത് വഴിപാട് എന്ന് പറയുമ്പോഴത്തേക്ക്? ആ ഒരു വാക്കിന്റെ അർത്ഥം തന്നെ എന്തോ ഒരു മോശപ്പെട്ട കാര്യമായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത്, അല്ലെ? എന്താണ് നമ്മൾ എന്തെങ്കിലും ചെയ്ത, അവൻ വഴിപാട് പോലെ എന്തോ വന്ന് ചെയ്തിട്ട് പോയെന്ന് പറയും, അല്ലെ? വീടുകളിലാണേലും നമ്മൾ എന്താ പറയുന്നത്? എന്തെങ്കിലും ഒരു കാര്യം വേണ്ടാതെ ചെയ്യുന്നതിനെയാണ് വഴിപാട് പോലെ എന്തോ ചെയ്തിട്ട് പോയി എന്ന് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത്. ആ വാക്കിനെ ഉപയോഗിക്കുന്നത് തന്നെ തെറ്റായിട്ടുള്ള ഒരു അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത്. വഴിപാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാധന തന്നെയാണ്, ഒരു രീതിയിലുള്ള ആരാധന തന്നെയാണ്. അത് നമ്മൾ ഭഗവാന് നമ്മുടെ മനസ്സറിഞ്ഞ് പുഷ്പങ്ങളായിട്ട് കൊടുക്കുന്നു, അഭിഷേകമായിട്ട് കൊടുക്കുന്നു, അല്ലെങ്കിൽ പായസം നിവേദ്യത്തിന് കൊടുക്കുന്നു. ഇതെല്ലാം നമ്മൾ മനസ്സറിഞ്ഞ് കൊടുക്കുന്ന ഒരു കാര്യമാണ് ആരാധന എന്ന് പറയുന്നത്, അല്ല വഴിപാട് എന്ന് പറയുന്നത്. പക്ഷെ
ഇപ്പം ആ വാക്കിന്റെ അർത്ഥത്തിനെ തന്നെ ആൾക്കാർ വേറെ രീതിയിൽ ചിത്രീകരിച്ചിട്ട് അതിന്റെ അർത്ഥം മാറ്റിയാണ് പറയുന്നത്, അല്ലെ? വഴിപാട് പോലെ നമ്മൾ ചെയ്യുന്ന, അല്ലെ? എന്തു ചെയ്തു? ഒരു വഴിപാട് പോലെ ഞാൻ അതങ്ങ് നടത്തി എന്ന് പറയും. എന്തോ ഒരു നികൃഷ്ടമായിട്ട് പറയും പോലെയാണ് പല ആൾക്കാരും പറയുന്നത്. അപ്പൊ അതല്ല വഴിപാട്. വഴിപാടിന് ഒട്ടേറെ പ്രാധാന്യമുണ്ട്, പലതരം വഴിപാടുകളുണ്ട്. ആ വഴിപാടിനെ പറ്റിയും ഒക്കെ നമ്മുടെ ക്ഷേത്ര ചൈതന്യ രഹസ്യത്തില് വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിലോട്ടും ഞാൻ കടക്കുന്നില്ല. അപ്പൊ നമ്മൾ 4 കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞു. അമ്പലത്തിൽ പോയി, പ്രദക്ഷിണം വെച്ചു, വന്ദനം ചെയ്തു, നമസ്കാരം ചെയ്തു, വഴിപാട് ചെയ്തു. വഴിപാടെന്ന് പറയുന്നത് നമ്മുടെ മനസ്സിന് ചേർന്ന് എന്താണോ നമ്മുടെ മനസ്സിന് തോന്നുന്നത് അത് നമ്മൾ ചെയ്യണം. വഴി പോലെ ചെയ്യുന്ന പാട് എന്നുള്ളതാണ് വഴിപാടെന്ന് പറയുന്നത്. നമ്മുടെ മനസ്സിന് അത് നമ്മൾ പൂർണ്ണ മനസ്സോടുകൂടി നമ്മൾ അർപ്പിച്ചാൽ മാത്രമേ അതിന് പൂർണ്ണ ഫലവും കിട്ടുകയുള്ളൂ. അടുത്ത അവസാനത്തെ നമ്മുടെ കാര്യം എന്ന് പറയുന്നത് പ്രസാദ വിതരണമാണ്. ഇനി ഈ പ്രസാദം നമ്മൾ എവിടെ നിന്ന് കിട്ടും? കിട്ടിയാലോടെ നമ്മൾ എന്ത് ചെയ്യും എന്നുള്ളത് നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. നമുക്ക് തീർത്ഥം കിട്ടും, അല്ലെ? തീർത്ഥം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യും? ഇതിനെ എടുത്ത് ഇങ്ങനെ ഇവിടെ കൊണ്ടുവന്ന് ചെയ്യും, ബാക്കി എടുത്ത് തലയിലോട്ടും എടുത്തങ്ങ് ഒഴിക്കും, അല്ലെ? അത് അല്ല ചെയ്യേണ്ടത്. ഈ നമ്മുടെ ഇപ്പുറത്തോട്ട് തിരിച്ചു പിടിച്ചിട്ട്, നമ്മുടെ ഈ വിരലിന്റെ അറ്റത്തോട്ട് തിരിച്ചു പിടിച്ചിട്ട് വേണം നമ്മൾ പ്രസാദം ഒഴിക്കേണ്ടത്. ഒഴിക്കിപ്പോ ഒരു കാരണവശാലും വായും വിരലും തമ്മിൽ തൊടാൻ പാടില്ല. വായും വിരലും തമ്മിൽ തൊടാൻ പാടില്ല. അപ്പൊ ബാക്കി ഒഴുകുന്ന സാധനം എന്ന് പറയുന്നത് അശുദ്ധമായിട്ടുള്ള സാധനമാണ്. അപ്പൊ നമ്മുടെ വായും വിരലും തൊടാതെ വേണം നമ്മള് ഈ തീർത്ഥം ഈ വിരലിലൂടെ റൂട്ട് ചെയ്യണം. പിന്നെ ചിലടത്ത് ചെല്ലുമ്പോഴത്തേക്ക് പോറ്റി കുറച്ച് തീർത്തേ തരുള്ളൂ. അപ്പൊ നമ്മൾ 10 തീർയും അങ്ങോട്ട് പറയും, ഓ പോറ്റിക്ക് പൈസ കൊടുക്കാത്തോണ്ടായിരിക്കും തീർത്ഥം ഒന്നും തരുന്നില്ല എന്ന് പറയും, അല്ലെ? ഒരു കാരണവശാലും കൂടുതൽ തീർത്ഥം മേടിച്ച് കുടിക്കരുത്. എന്തെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ തൊണ്ടക്കുഴിയുടെ താഴോട്ട് ചെന്ന് കഴിഞ്ഞാൽ എന്ത് സാധനവും ജീർണിച്ചതാണ്, അല്ലെ? മനസ്സിലായോ? നമ്മുടെ നാക്ക് നനയാനേ പാടുള്ളൂ. തീർത്ഥം എന്ന് പറയുമ്പോൾ നമ്മുടെ നാക്ക് നനയാനേ പാടുള്ളൂ. അത് കഴിഞ്ഞിട്ട് അത് നമ്മുടെ സലൈവയായിട്ടൊക്കെ ചേർന്നിട്ട് താഴോട്ട് ഇറങ്ങുമായിരിക്കും. പക്ഷെ അല്ലാതെ നമ്മൾ കുടിക്കരുത് എന്നാണ് പറയുന്നത്. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് അജീർണമായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. തൊണ്ടക്കുഴിയിൽ നിന്നും താഴോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ അജീർണമായിട്ട് നമ്മൾ കണക്കാക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ തീർത്ഥം കുറച്ച് വാങ്ങിക്കുക. വാങ്ങിച്ച തീർത്ഥം തന്നെ തിരിച്ചു പിടിച്ചിട്ട് ഈ വിരലിലൂടെ ഉറ്റിച്ച് വായിലോട്ട് ഒഴിക്കുക. വായില് തൊടാനേ പാടില്ല. ഇനി അടുത്തതോ, നമുക്ക് പ്രസാദം കിട്ടി, എന്ത് ചെയ്യും? ചിലർ അവിടെ വെച്ച് തന്നെ കഴിക്കും. ഭഗവാന്റെ മുമ്പ് നിന്ന് തന്നെ കഴിച്ച് കാണിച്ചിട്ടൊക്കെ പോകുള്ളൂ, അല്ലേ? അപ്പൊ അങ്ങനെ ഒരിക്കലും നമ്മൾ ചെയ്യാൻ പാടില്ല. ഭഗവാൻ, ഞാൻ പറഞ്ഞു, ക്ഷേത്രം എന്ന് പറയുന്നത് മനുഷ്യ ശരീരത്തിന് തുല്യമാണ്. അപ്പൊ ആ ക്ഷേത്രത്തിന്റെ കോമ്പൗണ്ട് എന്ന് പറയുന്നതും ഇതുമായിട്ട് ബന്ധമുള്ളതാണ്. അപ്പൊ ആ കോമ്പൗണ്ടിന്റെ പുറത്തിറങ്ങിയ ശേഷമേ നമ്മൾ എന്തും ഭക്ഷിക്കാൻ പാടുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പൊ പ്രസാദം കിട്ടിക്കഴിഞ്ഞാൽ, അതുപോലെ തന്നെ നെറ്റിയിൽ തൊടുന്ന ചന്ദനം പോലും നമ്മൾ പുറത്തിറങ്ങിയിട്ട് ചെയ്താൽ മതി എന്നാണ് പറയുന്നത്. പക്ഷെ നമ്മൾ അവിടെ നിന്ന് തന്നെ ചന്ദനമൊക്കെ ഇടും, സാരമില്ല, പോട്ടെ, അതൊക്കെ നമുക്ക് പിന്നും സഹിക്കാം. പക്ഷെ ഈ ഭക്ഷണം അവിടെ നിവേദ്യം ചെയ്ത സാധനമാണ്. ആ കാര്യം, അതായത് അല്ലെങ്കിൽ നമുക്ക് എന്താ പറയാ, നമ്മുടെ പഞ്ചാമൃതമോ എന്തെങ്കിലും ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അതൊന്നും അതിന്റെ അകത്ത്, അമ്പലത്തിന്റെ അകത്ത് വെച്ച് ഒരു കാരണവശാലും കഴിക്കാൻ പാടില്ല. പുറത്ത് നമ്മൾ വന്ന ശേഷം മാത്രമേ ഈ പ്രസാദം നമ്മൾ സേവിക്കാൻ പാടുള്ളൂ. ഇനി ചന്ദനം കിട്ടി, എന്ത് ചെയ്യും? നമ്മള് ചന്ദനം ഇട്ടു, അതിന്റെ അകത്ത് തന്നെ വെച്ചിടും. നമ്മള് ഇട്ടിട്ട് ബാക്കി എന്ത് ചെയ്യും? അവിടുത്തെ ചുമലിലോട്ട് അങ്ങ് തേക്കും, അല്ലേ? ശരീരമാണ്, ഭഗവാന്റെ ശരീരമാണ്. എന്നാ ഇരിക്കട്ടെ, കുറച്ച് ഭംഗിയൊക്കെയെന്ന് വിചാരിച്ചാണോ തേക്കുന്നേ? നമുക്ക് അറിഞ്ഞേ കൂടാ അത് ഭഗവാന്റെ ശരീരമാണെന്നുള്ളത്. അപ്പൊ ഭഗവാന്റെ ശരീരത്തിൽ തേച്ച് പിടിപ്പിച്ച് വരാനല്ല നമ്മൾ ആ ചന്ദനം കിട്ടുന്നത്. ചന്ദനം ശരിക്കും ഇപ്പൊ നല്ല ചന്ദനം അല്ലാത്തത് കൊണ്ടാണ് നമുക്ക് ഇത്രയധികം ചന്ദനം കിട്ടുന്നത്. നല്ല ചന്ദനമാണെങ്കിൽ കുറച്ചേ തരുള്ളൂ. ഇല്ല, നമ്മളെ ഗുരുവായൂരമ്പലത്തിലൊക്കെ പോകുമ്പോഴത്തേക്ക് ഒരുപാട് ചന്ദനം കിട്ടാറുണ്ടോ? ചന്ദനം തരുന്ന പൂവിന്റെ ഇടയിൽ നമ്മൾ കണ്ടുപിടിച്ചെടുക്കണം. ഇത്ര കുറച്ചേ തരുള്ളൂ. കാരണം അവര് കല്ലിൽ ഉരച്ചെടുക്കുന്ന നല്ല ചന്ദനമാണ്. നല്ല ചന്ദനം എന്ന് പറയുന്നത് ശകലേ തരത്തുള്ളൂ. ആ ചന്ദനം നമ്മുടെ പുരിക മധ്യത്തില്
തൊടാം. ബാക്കി ഉണ്ടെങ്കിൽ നമ്മൾ സൂക്ഷിച്ച് വീട്ടിൽ കൊണ്ടുപോവുക, അല്ലെങ്കിൽ അവിടെ എവിടെയെങ്കിലും നമ്മുടെ ചവിട്ടാത്ത ഭാഗങ്ങളിലോട്ട് എവിടെയെങ്കിലും നമ്മൾ വെച്ചിട്ട് പോവുക. ഇതല്ലാതെ കിട്ടുന്ന ചന്ദനം ഭഗവാന്റെ ദേഹത്ത് തേച്ചിട്ട് വരരുത്. അത് ഭഗവാനകത്ത് മുഴുക്കാപ്പ് ഈ ശാന്തി ചെയ്തോളും, നമ്മൾ ചെയ്യണ്ട. അപ്പൊ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ എപ്പോഴും കാണുന്ന ഒരു കാര്യമാണ്, ക്ഷേത്രത്തിൽ പ്രദക്ഷിണം വയ്ക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഈ കുറെ എല്ലാരും ഇഡലി പോലത്തെ ബലിക്കല്ലുകൾ കണ്ടിട്ടുണ്ടല്ലേ, ഇഡലി ചുട്ട് വെച്ചേക്കും പോലെ. ഇതൊക്കെ എന്താണ്? ദേവന്മാരാണ്, പാലകന്മാരാണ് അല്ലെ. ആ ഒരു സൈഡില് നമ്മൾ വലത് വെച്ച് പോകുമ്പോ ആദ്യം ഒരു വലിയ നീളമുള്ള ഒരു കല്ല് കാണും, അതില് കുറേ ദേവതാന്മാര് കാണും അല്ലെ. അതൊക്കെ ആരാണ്? സപ്തദേവതകളാണ്. സപ്തദേവതകളും ഗണപതിയും വേദവ്യാസനും ആണ് അതിലിരിക്കുന്നത്. അപ്പൊ ഇതൊക്കെ നമ്മള് ഇതെല്ലാം ദേവന്മാരും അല്ലെങ്കിൽ ദേവന് വേണ്ടിയിട്ടുള്ള അവരുടെ പാലകന്മാരുമാണ്. അപ്പൊ ഇവരെ ചവിട്ടുകയോ അല്ലെങ്കിൽ ഇവരുടെ ഉള്ളിലൂടെ കയറി പ്രദക്ഷിണം വെക്കുകയോ ചെയ്യരുത്. ചെയ്യാൻ പറ്റും ശിവക്ഷേത്രത്തിൽ മാത്രം. അതിനൊരു ഒരു വ്യത്യസ്തമായിട്ടുള്ള രീതിയിലുള്ള പ്രദക്ഷിണമാണ് ശിവക്ഷേത്രത്തിൽ. ആദ്യം നമ്മൾ ഇടതുവശം ചേർന്ന് ബലിക്കല്ലിന്റെ പുറത്തുകൂടെ വലത് വെച്ചിട്ട്, മുഴുവൻ വലത് വെക്കാറില്ലല്ലോ നമ്മൾ ശിവക്ഷേത്രത്തില്. അപ്പൊ ഈ തീർത്ഥം വീഴുന്ന ആ ഓവിന്റെ അവിടുന്ന് ബലിക്കല്ലിന്റെ അകത്തൂടെ കയറി പ്രദക്ഷിണം വെച്ച് തിരിച്ചു വന്ന് ഈ സൈഡിലിരിക്കുന്ന വിശ്വസേനന്റെ അവിടെ വന്നിട്ട് തിരിഞ്ഞ് ഇങ്ങോട്ട് വരണം. അതാണ് അതിന്റെ രീതി എന്ന് പറയുന്നത്. അത് ശിവക്ഷേത്രങ്ങളിൽ മാത്രമാണ് അത് പാടുള്ളത്, ബലിക്കല്ലിന്റെ അകത്തൂടെ നടക്കുന്നത്. അതും തിരിച്ച് അപ്രദക്ഷിണം വരുമ്പം മാത്രമാണ് നമ്മൾ തിരിച്ച് ബലിക്കല്ലിന്റെ അകത്തൂടെ വരണം. അതല്ലാതെ ഒരു കാരണവശാലും പ്രദക്ഷിണം വയ്ക്കുമ്പോഴത്തേക്ക് ബലിക്കല്ലിന്റെ അകത്തുകൂടെ പ്രദക്ഷിണം വയ്ക്കരുത്, ബലിക്കല്ലിൽ ചവിട്ടരുത്. അപ്പൊ ഇതൊക്കെ കാര്യങ്ങൾ നമ്മൾ കുട്ടികളെയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അവര് ഇത് തട്ടിയിട്ട് പോവും, കാലുകൊണ്ട് തട്ടും, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ നമ്മളിതെല്ലാം കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കണം. ബലിക്കല്ലിന് പുറത്തൂടെ വേണം നമ്മൾ പ്രദക്ഷിണം വയ്ക്കുവാനുള്ളത്. ഈ പ്രദക്ഷിണം വയ്ക്കുമ്പോഴത്തേക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രപഞ്ച പ്രദക്ഷിണമാണെന്നാണ് പറയുന്നത് ഈ ബലിക്കല്ലിന് ചുറ്റിലൂടെ നമ്മൾ പ്രദക്ഷിണം ചെയ്യുന്നതിന്. മാത്രമല്ല ഏറ്റവും അധികം ഇപ്പം ഒരു പ്രദക്ഷിണത്തിന് ആ പ്രദക്ഷിണത്തിന് ചെയ്യുന്നതിനെക്കാട്ടി 100 ഇരട്ടി ഫലമാണ് പുറത്ത് പ്രദക്ഷിണം വെക്കണേന്നാണ് പറയുന്നത്. അമ്പലത്തിന്റെ പുറത്ത് ഉപദേവതാന്മാരെ എല്ലാം ഇരിപ്പുണ്ടല്ലോ, അതുവഴി ഒരു നടപ്പാത ഉണ്ടല്ലോ, ആ നടപ്പാത വഴി പ്രദക്ഷിണം ചെയ്യുന്നത് ഇവിടെ ചെയ്യുന്നതിന്റെ ഒരിരട്ടി ഫലവും കൂടെ തരും എന്നാണ് പറയുന്നത്. അതിൽ നിന്നും ഫലം കൂടുതൽ കിട്ടും എവിടെയാണെങ്കിൽ അമ്പലത്തിന്റെ മതിലുണ്ടല്ലോ, വലിയ മതിലിന് ചുറ്റും പ്രദക്ഷിണം വെച്ചാൽ അതിൽ നിന്നും ഫലം കിട്ടും എന്നാണ്, അതിന്റെ ഒരിരട്ടിയും കൂടെ ഫലം കിട്ടും എന്നാണ് പറയുന്നത്. ഇനി അതല്ല, ആ ക്ഷേത്രം ഇരിക്കുന്ന പ്രദേശത്തിനെ ചുറ്റിയാണ് നമ്മൾ ഈ ക്ഷേത്രത്തിനെ പ്രദക്ഷിണം വെക്കണമെങ്കിൽ, പ്രദക്ഷിണം എന്ന് പറഞ്ഞാൽ നടന്നാണേ, വണ്ടിക്ക് ചുറ്റും കയറി പ്രദക്ഷിണം വെക്കണല്ലേ. അപ്പൊ അങ്ങനെ പ്രദക്ഷിണം വെച്ച് കഴിഞ്ഞാൽ അതിൽ നിന്നും കൂടുതൽ ഫലം കിട്ടുന്നതാണ്. അതുകൊണ്ടാണ് ഈ നഗരപ്രദക്ഷിണത്തിനൊക്കെ പ്രാധാന്യം കൂടുതൽ. നഗരപ്രദക്ഷിണം ചില നാടുകൾ, നമ്മുടെ തൃശ്ശൂർ ഭാഗത്തൊക്കെ ശ്രദ്ധിച്ചിട്ടില്ലേ, ആ അമ്പലത്തിന്റെ റൗണ്ടിന് ചുറ്റുമാണ് അവര് ചെയ്യുന്നത് അല്ലേ. വേണമെങ്കിൽ അകത്ത് ചെയ്താൽ പോരെ, ഇവർക്ക് അകത്ത് ചെയ്യുന്നത് പോലെ തന്നെ അതിന്റെ എത്രയോ ഇരട്ടി ഫലമാണ് പുറത്ത് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെയാണ് ഈ പ്രദക്ഷിണം എന്ന് പറയുന്നത്. സമയമനുസരിച്ചിട്ടും ഈ പ്രദക്ഷിണത്തിന്റെ ഗുണങ്ങളും മാറും. പ്രദക്ഷിണം ചെയ്യണത് രാവിലെ ആണെങ്കിൽ ഒരു ഫലം, വൈകുന്നേരം ആണെങ്കിൽ ഒരു ഫലം, അങ്ങനെ നിത്യേന രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ചെയ്യണമെങ്കിൽ വേറൊരു ഫലം. അങ്ങനെ പല ഫലങ്ങളാണ് ആ പ്രദക്ഷിണത്തിനും പറയുന്നത്. അപ്പൊ അത് ഞാനിപ്പം തയ്യാറായിട്ടില്ല, അതിന് നമുക്ക് സംഭവം ഉണ്ട് അതും കൂടെ പറയാനായിട്ട്. പക്ഷെ ഞാനത് നോട്ടായിട്ട് പിന്നെ ഒരിക്കൽ തയ്യാറാക്കി അത് പറയാം. അപ്പൊ ഇതാണ് നമ്മുടെ ഒരു ക്ഷേത്രത്തിൽ ചെന്ന് കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള 5 കാര്യങ്ങൾ. ഇപ്പൊ പ്രദക്ഷിണം ചെയ്യുന്ന പ്രദക്ഷിണം, വന്ദനം, നമസ്കാരം, അതുപോലെ തന്നെ വഴിപാട്, പ്രസാദ സ്വീകരണം. ഇത്രയും കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ മാത്രമാണ് നമ്മൾ ഭഗവാന്റെ അടുത്തോട്ടും പോകുന്നത്. ഒരു സ്ക്രൂ നമ്മൾ ഇങ്ങനെ തിരിക്കുമ്പോഴത്തേക്ക് എങ്ങനെയാണോ അത് ലക്ഷ്യസ്ഥാനത്തോട്ട് പോകുന്നത്, അതുപോലെയാണ് നമ്മൾ പ്രദക്ഷിണം വെക്കണേന്നാണ് പറയുന്നത്. മനസ്സിലായോ? നമ്മുടെ ലക്ഷ്യസ്ഥാനം ആരാണ്? ഈശ്വരനാണ്. ഈശ്വരനിലോട്ട് എത്തിപ്പെടാനുള്ള മാർഗമാണ് പ്രദക്ഷിണം.
നമ്മുടെ അദ്ദേഹത്തിനോട് അടുക്കുകയാണ്, ഈശ്വരനോട് നമ്മൾ അടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ പ്രദക്ഷിണത്തിന്റെ പ്രാധാന്യം വളരെ വലുതാണ്. ആ പ്രദക്ഷിണം എന്ന് പറയുന്നത് വളരെ അത് മനസ്സിലാക്കി, അതിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഞാൻ നേരത്തെ ഈ പറഞ്ഞതുപോലെ നമസ്കാരത്തിന്റെ കാര്യവും പറഞ്ഞു. പഞ്ചാംഗ നമസ്കാരം, സാഷ്ടാംഗ നമസ്കാരം, അതിന്റെ കാര്യം പറഞ്ഞു. ഇനി നമുക്ക് കുറച്ച് കാര്യങ്ങളും കൂടെ പറയാനുള്ളൂ. ഇത് നമ്മൾ ഇത്രയൊക്കെ പറഞ്ഞു. ഇന്നത്തെ കാലത്ത് എന്തിനാണ് എല്ലാവരും ക്ഷേത്രത്തിൽ പോണേന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ? എന്തിനാ പോകുന്നത്? ഒരു 30% ആളുകള് ഭഗവാനെ പേടിച്ചിട്ടാ പോകുന്നത്. സത്യം പറഞ്ഞാൽ അയ്യോ ഈശ്വരൻ നമ്മളെ കോപിക്കും, ചെന്നില്ലെങ്കിൽ കോപിക്കും എന്ന് പറഞ്ഞിട്ടാണ് ഒരു 30% ആൾക്കാർ പോകുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈശ്വരൻ എന്തോ അതാണോ ജോലി? അവിടെ ഇരുന്നുകൊണ്ട് ഓരോരുത്തരെയും നോക്കിയിട്ട് ഇന്ന ആള് വന്നില്ല, ഞാൻ ഇന്ന ആളിന് ഇന്ന് പണിഷ്മെന്റ് കൊടുക്കും, ഇല്ലേ? ടീച്ചേഴ്സ് അറ്റൻഡൻസ് നോക്കിയിട്ട് പണിഷ്മെന്റ് കൊടുക്കും പോലെ കൊടുക്കാനിരിക്കുന്ന ആളാണോ ഈശ്വരൻ എന്ന് പറയുന്നത്? ഒരിക്കലുമില്ല. അപ്പൊ നമ്മൾ ഒരിക്കലും ഒരു ഭയത്തോടു കൂടി, അല്ലെങ്കിൽ ഇന്ന് ചെയ്തില്ലെങ്കിൽ എനിക്ക് പ്രശ്നമാവും, ഇന്നത് പോയി അന്ന് പോയി അമ്പലത്തിൽ, ഇപ്പം ശിവരാത്രിയുടെ അമ്പലത്തിൽ പോയില്ലെങ്കിൽ എനിക്ക് പ്രശ്നമാവും, ഇങ്ങനെയൊന്നും ഭയക്കേണ്ട ഒരു കാര്യമില്ല. അപ്പൊ ഒരു കാരണവശാലും ഭയന്ന് അമ്പലത്തിൽ പോകരുത്. ഇനി അതുപോലെ തന്നെ നോക്കൂ, ഇനി ഒരു 30% ആൾക്കാര് ഭഗവാനുമായിട്ട് ഒരു എഗ്രിമെന്റ് വെച്ചിട്ടാണ് പോകുന്നത്, അല്ലേ? എന്റെ മോളുടെ കല്യാണം നടന്നാൽ ഞാന് വിളക്കുമാല ചെയ്യാം, എന്റെ മോളുടെ കല്യാണം അല്ലെങ്കിൽ മോന് ജോലി കിട്ടിയാല് ഞാന് അർച്ചന ചെയ്തേക്കാം, അല്ലെങ്കിൽ കല്യാണം നടക്കാൻ വേണ്ടി ഇന്ന ചെയ്തേക്കാം. എഗ്രിമെന്റ് ആണ് അവിടെ. അപ്പൊ ഈ എഗ്രിമെന്റ് വെച്ചും ഒരു കാരണവശാലും നമ്മൾ പോകരുത്. പക്ഷെ നമ്മൾ മനുഷ്യരാണ്, എഗ്രിമെന്റ് വയ്ക്കും എന്ന് നമ്മൾ പറയും. പക്ഷെ എഗ്രിമെന്റ് കഴിവതും ഒഴിവാക്കുക. നമ്മൾ ഭഗവാനെ അറിഞ്ഞ് ചെയ്യുക. ഭഗവാൻ നമുക്ക് തിരിച്ചറിഞ്ഞ് തരും. അതിൽ കൂടുതലൊന്നും നമ്മൾക്ക് എന്താ പറയാനായിട്ട് ചെയ്യാനായിട്ടും ഇല്ല. മനസ്സിലായില്ലേ? ഇനി ഒരു 40% ആൾക്കാർ പോണ എന്തിനായിരിക്കും എന്നറിയാമോ? അതാ ബഹുവിശേഷം. ഈ ആദ്യം പേടിച്ചു പോയവരെ കാട്ടി, അല്ലെങ്കിൽ രണ്ടാമത്തെ ഒരു 30% എഗ്രിമെന്റ് അനുസരിച്ച് പോയതിനെ കാട്ടി വളരെ മനോഹരമായ ഒരു കാര്യത്തിനാണ് ഇനിയുള്ള ഒരു 40% പേര് പോണത്. എന്തിനാണെന്ന് അറിയാൻ പറ്റും? ശത്രു സംഹാരത്തിന്. ഒയ്യോ, അവൻ എന്നെക്കാട്ടി വലുതായി, അവനിട്ടൊരു പണി കൊടുക്കാം. ഇതാണ് നമ്മുടെ മനുഷ്യന്റെ, അല്ലെ? എനിക്ക് അവനെക്കാട്ടി പൈസ ഉണ്ടാവണം, അല്ലെങ്കിൽ ഇവരെക്കാട്ടി പൈസ ഉണ്ടാവണം, ഇവനെക്കാട്ടിയുള്ള സ്ഥാനം ലഭിക്കണം. അപ്പൊ ഇതാണ് മനുഷ്യന്റെ രീതി എന്ന് പറയുന്നത്. നമ്മൾ പോകേണ്ടത് ഇതിനൊന്നും ആവരുത്. നമ്മൾ എന്തിനാണ് നമ്മൾ അമ്പലത്തിൽ പോകേണ്ടത്? അപ്പൊ ഞാൻ പറഞ്ഞു, എന്താ പറയണ, കരാറിനല്ല പോവേണ്ടത്, മറ്റുള്ളവരെ പറ്റി കുറ്റം പറയാനോ അവരെക്കാട്ടി വലുതാവാനോ വേണ്ടിയിട്ടല്ല പോകേണ്ടത്, പിന്നെ പേടിച്ചല്ല പോവേണ്ടത്. അപ്പൊ എന്തിനാണ് നമ്മൾ ക്ഷേത്രത്തിൽ പോവേണ്ടത്? എന്തിനായിരിക്കും? നമ്മള് നന്ദി പറയാനാണ് പോവേണ്ടത്. ഭഗവാനോട് നമ്മൾ എപ്പോഴും പറയേണ്ടത് നന്ദിയാണ്. എന്തിനാ നന്ദി പറയേണ്ടത്? അപ്പൊ നമ്മൾ ഈ ഒരു നിമിഷത്തിൽ ഞാൻ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു, ഒരു ശ്വാസം, ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡ് മതി നമ്മൾ പോകാൻ, അല്ലേ? അപ്പൊ ഈ ഒരു നിമിഷം, ഈ കടന്നുപോയ ഒരു നിമിഷം, ഞാനിപ്പോ നമുക്ക് 7 മണിക്ക്, ഇവിടുത്തെ 7 മണിക്ക് 7:05 സ്റ്റാർട്ട് ചെയ്തു, അല്ലെ? ഇപ്പൊ ഇത്രയും നേരം സംസാരിക്കാൻ എനിക്ക് അവസരം കിട്ടി. ഈശ്വരനോട് ഞാൻ നന്ദി പറയുവാണ് അതിന്, അല്ലെ? ഒരു നിമിഷം കറണ്ട് പോയാലോ, നെറ്റ് പോയാലോ, എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അത് നിൽക്കുകയാണ്. അപ്പൊ നമ്മൾ ഓരോ നിമിഷവും നമ്മൾ ഈശ്വരനോട് നമ്മൾ നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. രാവിലെ ഉണർന്ന് എണീക്കുമെന്ന് ആർക്കെങ്കിലും നമ്മൾ ഗ്യാരണ്ടി കൊടുത്തിട്ടാണോ ഉറങ്ങാൻ കിടക്കുന്നത്? ഒരിക്കലുമല്ല. ഉണർന്നെങ്കിൽ അത് ഈശ്വരൻ നമുക്ക് തന്നൊരു ദിവസമാണ്. അതുകൊണ്ടാണ് നമ്മൾ രാവിലെ എണീറ്റ് ആദ്യം ഈശ്വരനെ ഒന്ന് നന്ദി പറഞ്ഞ് സ്മരിച്ചിട്ട് നമ്മൾ എണീക്കണം എന്ന് പറയുന്നത്. തിരിച്ച് നമ്മള് ബെഡിൽ പോയി കിടക്കുന്നു. ബെഡിൽ പോയി കിടക്കുമ്പോഴും നമുക്കറിയില്ല നാളെ രാവിലെ ഞാൻ ഉണരില്ലേ എന്നുള്ളത്. നോക്കൂ, നമ്മൾക്ക് ജനിക്കുന്ന സമയം അറിയാൻ പറ്റും, അല്ലേ? നമ്മൾ കൺസീവ് ചെയ്യുന്ന സമയം, ഡേറ്റും ആ ഒരു ഡേറ്റും എല്ലാം വെച്ചിട്ട് ഡോക്ടേഴ്സിന് ഇത്രാം തീയതി നമ്മുടെ കുട്ടി വരും, അല്ലെങ്കിൽ ഇത്രാം തീയതി നമുക്ക് സർജറി ചെയ്തെടുക്കും, അല്ലെങ്കിൽ നോർമൽ ഡെലിവറി ആണെങ്കിൽ നോർമൽ ഡെലിവറി, നമുക്കൊരു ദിവസം നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റും. മരണത്തിന് നമുക്ക് അങ്ങനെ ഫിക്സ് ചെയ്യാൻ പറ്റും? ആർക്കെങ്കിലും പറയാൻ പറ്റും? അഫ്കോഴ്സ് വല്ല ആത്മഹത്യ, അത് നമ്മൾ മരണം നല്ല രീതിയിലുള്ള മരണമായിട്ട് ഈശ്വരനോട് അടുത്തിട്ടുള്ളൊരു കാര്യമായിട്ട് നമ്മൾ പറയുന്നില്ല.
അപ്പൊ ഇതെല്ലാം നമുക്ക് ദൈവം നിശ്ചയിച്ച് എഴുതിയാണ് നമ്മളെ വിട്ടേക്കുന്നത്. അപ്പൊ ആ ഓരോ കാര്യത്തിനും നമ്മൾ നന്ദി പറയുക. നമുക്ക് ഇതുവരെ കിട്ടിയ കാര്യത്തിന് നന്ദി പറയുക, ഇതുവരെ കിട്ടിയ ഭക്ഷണത്തിന് നന്ദി പറയുക, ഇതുവരെ കിട്ടിയ വിദ്യാഭ്യാസത്തിന് നന്ദി പറയുക, സൗകര്യത്തിനും ആഭരണത്തിനും വസ്ത്രത്തിനും നമ്മുടെ കൂടപ്പിറപ്പുകൾക്കും അച്ഛനും അമ്മയ്ക്കും ഗുരുക്കന്മാർക്കും അതുപോലെ തന്നെ നമ്മുടെ ഭാര്യ ഭർത്താക്കന്മാർക്കും അനിയനും എല്ലാവർക്കും മക്കൾക്കും എല്ലാവർക്കും നന്ദി അല്ലേ. അപ്പൊ എല്ലാ കാര്യവും നമുക്ക് തന്നിരിക്കുന്നത് ഈശ്വരനാണ്. അപ്പൊ ഈ ഈശ്വരനോട് നമ്മള് നന്ദി പറയാൻ വേണ്ടിയാവണം. പരാതി പറയാനോ പരിഭവം പറയാനോ കണ്ടീഷൻ വെക്കാനോ പോവരുത്. ഇത്രേ നമ്മൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ശിവം ഭൂത്വ ശിവം യജേതെന്നാണ്. ശിവനെ ഭജിച്ച് നമ്മൾ എന്തായി മാറണം? ശിവനായി മാറണം എന്നാണ് പറയുന്നത്. നാം തന്നെ ശിവനായി തീരണം എന്നാണ് പറയുന്നത്. അതായത് നമ്മളൊരു മാതൃഗർഭത്തിൽ നിന്ന് തുടങ്ങി എങ്ങോട്ടാ പോകുന്നത്? ലാസ്റ്റ് ഭൂഗർഭത്തിലോട്ടാ പോകുന്നത് അല്ലേ? ആ ഒരു വിലാപയാത്രയാണ് നമ്മൾ ഈ ജീവിതം എന്ന് പറയുന്നത്. പകരം നമ്മൾ അതുപോലെ തന്നെ എന്തോന്നില്ല, ഭോഗത്തിൽ നിന്ന് മാറി നമ്മൾ എന്തോത്തിലോട്ട് പോകണം? എല്ലാം നമ്മൾ ഭോഗിച്ചുകൊണ്ടിരിക്കുവാണ് അല്ലേ. 3 നേരം അല്ല, 1 നേരം കഴിക്കുന്നവൻ യോഗി, 2 നേരം കഴിക്കുന്നവൻ ദ്രോഹി, 3 നേരം കഴിക്കുന്നവൻ ഭോഗി, 4 നേരം കഴിക്കുന്നവൻ എന്താണ്? രോഗി. അപ്പൊ നമ്മളൊക്കെ എന്താണ് സംഭവം? നമ്മൾ ഏത് ലെവലിലാണ് നിൽക്കുന്നതെന്ന് നമ്മൾ ആലോചിച്ചാൽ മതി അല്ലേ. അപ്പൊ നമ്മൾ ആ ഭോഗത്തിൽ നിന്ന് മാറി നമ്മുടെ യോഗം എന്താണ്? ആ യോഗത്തിലേക്ക് നരനിൽ നിന്നും നമ്മൾ നാരായണനായി മാറണം. ജഡത്തിൽ നിന്നും നമ്മൾ എന്തിലായിട്ട് മാറണം? ചൈതന്യത്തിലോട്ട് വരണം. ആ ഒരു പ്രയാണമാണ് മനുഷ്യ ജീവിതം, അല്ലെങ്കിൽ അതാണ് മനുഷ്യന്റെ അന്തസ്സത്ത. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു, ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നമുക്ക് മോക്ഷപ്രാപ്തി നേടണം. അതായിരിക്കണം നമ്മുടെ അന്തിമ ലക്ഷ്യം. മരിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് അറിയില്ല, ആരും തിരിച്ചൊന്നും പറഞ്ഞും തന്നിട്ടില്ല എന്താണ് സംഭവം എന്നുള്ളത് അവിടെ. അപ്പൊ നമ്മൾ ജീവിച്ചിരിക്കുമ്പം തന്നെ നമ്മൾ മോക്ഷ പ്രാപ്തിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. ഇത്രയും കാര്യമാണ് നമ്മൾ ഈ ഒരു ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. പിന്നെ ഇനി നമ്മൾ എന്നോട് ചേച്ചി പണ്ട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, കുറച്ച് സമയമുള്ളതുകൊണ്ട് അതും കൂടെ ഒന്ന് സൂചിപ്പിച്ചു പോവാം. നമ്മള് നിലവിളക്ക് കത്തിക്കുമ്പോൾ ഉള്ള കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നിലവിളക്ക് കത്തിക്കുമ്പോഴത്തേക്ക് നമ്മള് എല്ലാ ദേവതമാരുടെയും സാന്നിധ്യം ഉള്ള ഒരു സ്ഥലമാണ് നിലവിളക്ക് എന്ന് പറയുന്നത്. അപ്പൊ ആദ്യം തന്നെ ഈ നിലവിളക്ക് നമ്മൾ കത്തിക്കുന്ന സമയത്ത് അതില് ഓംകാരം ധ്വനി അതിൽ നിന്നും പുറപ്പെടുന്നു എന്നാണ്. അത് ഞാൻ നേരത്തെ പറഞ്ഞു, നമുക്കൊരു 20 ഹെർട്സിന് താഴെയുള്ള സൗണ്ട് ഒന്നും നമുക്ക് കേട്ടുകൂടാ, പക്ഷെ അവിടെ ഒരു ഓംകാര ധ്വനി ഉണ്ട്. അപ്പൊ ആ ധ്വനി ഉള്ള സമയത്ത് അവിടെ എല്ലാ ഈശ്വരന്മാരുടെയും സാന്നിധ്യം ഉണ്ടാവും എന്നാണ് പറയുന്നത്. ആ സമയത്ത് നമ്മൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ നമുക്ക് അതിന്റെ പൂർണ്ണമായിട്ടുള്ള ഫലം ലഭിക്കും എന്നാണ് പറയുന്നത്. അതുപോലെ ചില ഇതിൽ പറയുന്നുണ്ട്, നിലവിളക്കിന്റെ അടിഭാഗം ബ്രഹ്മാവും അതിന്റെ തണ്ട് ഭാഗം എന്ന് പറയുന്നത് വിഷ്ണുവും, അത് തന്നെ മുകൾ ഭാഗം എന്ന് പറയുന്നത് ശിവനുമാണ് എന്നാണ് പറയുന്നത്. അതിന് ലക്ഷ്മി ദേവിയാണ് അതിന്റെ ആ വിളക്കിന്റെ ആ തിരിനാളമെന്നും, അതുപോലെ തന്നെ അതിലെ പ്രകാശം എന്ന് പറയുന്നത് സരസ്വതി ദേവിയാണെന്നും, അതുപോലെ അതിന്റെ ചൂട് എന്ന് പറയുന്നത് പാർവതി ദേവിയുമാണ്. അപ്പൊ അവിടെ തന്നെ എല്ലാ ഈശ്വരന്മാരും വന്നു കഴിഞ്ഞു അല്ലെ. ഈ ഈശ്വരൻ നമ്മൾ വിളക്ക് കത്തിക്കുന്ന സമയത്ത് പലരും പല രീതിക്കാണ് പറയുന്നത്. പക്ഷെ ഞാൻ അഡ്വൈസ് എന്ന് പറയാൻ പറ്റില്ല, എൻ്റെ ഒരു അഭിപ്രായം എന്നേ പറയാൻ പറ്റുള്ളൂ. എൻ്റെ ഒരു അഭിപ്രായത്തില് നിത്യേന നമ്മൾ വിളക്ക് കൊളുത്തുന്ന സമയത്ത് രണ്ട് വശത്തും തിരിയിട്ട് കത്തിക്കും. ചിലര് പറയും രാവിലെ കത്തിക്കുമ്പോൾ ഫ്രണ്ടിൽ മാത്രം മതി, അതായത് കിഴക്കോട്ട് മാത്രം തിരിയിട്ട് കത്തിച്ചാൽ മതി എന്ന് പറയും, പുറകിലോട്ട് വേണ്ട എന്ന് പറയും. അപ്പൊ വൈകുന്നേരം കത്തിക്കുമ്പോൾ കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും ഇട്ട് കത്തിക്കണം എന്ന് പറയും. പക്ഷെ എൻ്റെ ഒരു സജഷൻ, ഞാൻ സമിതിയിൽ നിന്നും എല്ലാം കേട്ട് പഠിച്ചിട്ടുള്ളത്, ഒരു കാരണവശാലും ഒറ്റത്തിരി കത്തിക്കരുത് എന്നാണ് പറയുന്നത്. അവിടെ എന്താ പറയാ, ദാരിദ്ര്യവും ദുഃഖവും എന്നാണ് പറയുന്നത് കേട്ട്. മാത്രമല്ല നമ്മള് നിലവിളക്ക് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നിലവിളക്കിന്റെ മുകളിലൊരു ഈ നാളം ഉണ്ടല്ലോ, ഇതുണ്ടല്ലോ, അതില് ഒരു സൈഡ് കത്തിച്ചു കഴിഞ്ഞാൽ അതിന്റെ നിഴല് മറ്റു സൈഡിൽ വീഴുകയാണ്. പക്ഷെ 2 വശവും നമ്മൾ കത്തിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല് ആ നിഴല് 2 സൈഡിലും വീഴുക. വിളക്കിൽ നിന്നും അങ്ങനെ നിഴലിൽ വീഴുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റില്ല.
അപ്പൊ നിഴൽ ഒരിടത്തും വരാൻ പാടില്ല. അപ്പൊ കിഴക്കോട്ട് മാത്രം കത്തിച്ചു വയ്ക്കുമ്പോഴത്തേക്ക് കിഴക്ക് സൈഡിൽ നിന്നുള്ള ആ നിഴല് ഈ ഭഗവാനെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫോട്ടോ വെച്ചിട്ടുണ്ടെങ്കിൽ അതിലായിട്ടായിരിക്കും വീഴുന്നത്. അപ്പൊ അതുകൊണ്ട് രണ്ടു വശവും വിളക്ക് കത്തിക്കുക. വിളക്ക് കത്തിക്കുന്ന നമ്മുടെ വീട്ടില് സാധാരണ നല്ല മറ്റേ വിശേഷ ദിവസമൊക്കെ ആണെങ്കിൽ 5 തിരിയിട്ട് വിളക്ക് കത്തിക്കുക, അല്ലെങ്കിൽ രണ്ട് സൈഡും കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും വിളക്കിട്ട് കത്തിക്കുക. അതുപോലെ തന്നെ ഒറ്റ തിരിയിടരുത്, ഇങ്ങനെ നമ്മുടെ കൈ കൂപ്പി നിൽക്കും പോലെ രണ്ട് സൈഡിൽ നിന്നും ഇങ്ങനെ തിരിയിട്ട് വേണം കിഴക്കോട്ട് കത്തിക്കാൻ. അതുപോലെ പടിഞ്ഞാറോട്ടും ഈ രണ്ട് തിരി ഇങ്ങനെ ഇട്ടിട്ട് വേണം അവിടെയും കത്തിക്കാൻ. ഇനി നമ്മള് ഈ പറയുന്നത് പോലെ ഓരോരുത്തരുടെയും രീതി അനുസരിച്ച് ചിലര് നല്ലെണ്ണ കത്തിക്കും, ചിലര് നെയ്യ് കത്തിക്കും. അപ്പം നമ്മുടെ വെള്ളി വിളക്കാണ് കത്തിക്കണമെങ്കിൽ അതില് ഒരു കാരണവശാലും നല്ലെണ്ണ ഒഴിച്ച് കത്തിക്കരുത്, നെയ്യ് തന്നെയാണ് ഒഴിച്ച് കത്തിക്കേണ്ടത് എന്നാണ്. ഇതെല്ലാം ഓരോ നമ്മുടെ ഗുരുക്കന്മാരുടെ രീതി ഓരോന്നാണ്. ഇനി നിങ്ങളുടെ ആരെങ്കിലും ഗുരു അങ്ങനെ പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ ആ രീതിക്ക് ചെയ്താൽ മതി. പക്ഷെ അല്ലാത്ത ആർക്കെങ്കിലും വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറയുന്നത്. ഈ പറയുന്ന അതായത് വിളക്ക് കത്തിക്കുന്ന സമയത്ത് നമുക്ക് പറയാണ്ട ശ്ലോകങ്ങളുണ്ട്. അത് ദീപജ്യോതി പരബ്രഹ്മ, ദീപജ്യോതിർ ജനാർദ്ദന, ദീപോ ഹരതുമേ പാപം, ദീപജ്യോതി നമസ്തുതേ എന്ന് പറയുന്ന കുറച്ച് വിഭാഗമുണ്ട്. ഇനി അല്ലെങ്കിൽ ശുഭം കരോതി കല്യാണം, ആരോഗ്യം ധനസമ്പദ, ശത്രുബുദ്ധി വിനാശായ, ദീപജ്യോതിർ നമോസ്തുതേ, ഇതും പറയാറുണ്ട്. ഇനി ഈ വിളക്ക് എന്ന് പറയുന്നത് ലക്ഷ്മിയുടെയും വിഷ്ണു ഭഗവാന്റെയും, ലക്ഷ്മി സമേതനായിട്ടുള്ള വിഷ്ണു ഭഗവാനാണ് നിലവിളക്ക് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ചിലര് ഓം ശ്രീ ലക്ഷ്മി പ്രിയായ വിഷ്ണുമൂർത്തയെ ശ്രീം നമ എന്നും പറയാറ്. അപ്പൊ അത് ഓരോരുത്തർ ഏതാണോ ആവശ്യം അല്ലെങ്കിൽ ഏതാണോ ഉത്തമമായിട്ട് തോന്നുന്നത്, ഇതൊന്നും തെറ്റല്ല. ഓരോ ഗുരുക്കന്മാര് ഓരോ രീതിയിൽ, ഇപ്പൊ നമ്മുടെ ഗൈഡുകൾ വാങ്ങിച്ചാൽ തന്നെ, നമ്മൾ കുട്ടികൾക്ക് പഠിക്കുന്ന ഗൈഡ് വാങ്ങിച്ചാൽ തന്നെ ഓരോ ഉത്തരം പല രീതിയിൽ എഴുതൂലേ, അതുപോലെ പല രീതിയിൽ പല ഗുരുക്കന്മാര് പറഞ്ഞിട്ടുള്ളതാണ്. നമുക്ക് ഏതാണ് ഉത്തമം എന്ന് നമ്മുടെ മനസ്സിൽ സന്തോഷത്തോടു കൂടി പൂർണ്ണ സമർപ്പണത്തോടു കൂടി എന്താണോ ചെയ്യാൻ കഴിയുന്നത് അത് ചെയ്യുക. ഭയന്നൊന്നും ചെയ്തോ, അയ്യോ അത് ചെയ്താ പാപം, ഇത് ചെയ്താ പാപം, അത് അന്ധവിശ്വാസമാണ്. അതാണ് ശരിക്കും അന്ധവിശ്വാസം എന്ന് പറയുന്നത്. നമ്മുടെ മനസ്സിൽ പൂർണ്ണ തൃപ്തിയായിട്ട്, നമ്മളെല്ലാരും കേട്ടിട്ടുള്ള ഒരു കഥയാണ് ഈ കണ്ണപ്പൻ എന്ന് പറഞ്ഞിട്ട്. കേട്ടിട്ടുണ്ടോ എന്നുള്ളത് അറിയില്ല. എന്നാലും ഞാൻ ചുരുക്കി പറയാം. ഒരു കാട്ടിലൊരു എന്താ പറയുന്ന ഒരു ശിവക്ഷേത്രം ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ പൂജാരി മാത്രം മലയിൽ കയറി വരും, ആ ശിവക്ഷേത്രത്തില് പൂജ ചെയ്യും, വൃത്തിയാക്കും, എല്ലാം പൂജ ചെയ്ത് എല്ലാം റെഡിയാക്കി വെച്ചിട്ട് പോകും. അപ്പൊ ഒരു ദിവസം അപ്പൊ ഒരു കാട്ടാളനും ഉണ്ട് അവിടെ, ഒരു ആദിവാസിയായിട്ടുള്ള ഒരു കാട്ടാളനായിട്ടുള്ള ഒരാളുണ്ട്. ആ കാട്ടാളൻ വരും, ഇതെന്താ ഇതിലൊക്കെ ഇങ്ങനെ വെച്ചേക്കണേന്ന് പറഞ്ഞിട്ട് ഇതെല്ലാം ഈ പൂവൊക്കെ എടുത്ത് മാറ്റി ഭഗവാനെ കുളിപ്പിക്കും. എങ്ങനെ? കാട്ടാളന്റെ ഒന്നുമില്ല, കാട്ടാളൻ വെള്ളം എങ്ങനെ കൊണ്ടുവരും? വായിൽ നിറച്ചുകൊണ്ടുവരും, ഭഗവാനെ ഊത്തി ഇത് കൊടുക്കും. എന്നിട്ട് എന്ത് ചെയ്യും? ഭക്ഷണം കൊടുക്കാൻ കാട്ടാളനായാലും എന്താ ഉള്ളത്? കാട്ടാളനയിലുള്ളത് അവിടെ എവിടെയെങ്കിലും മൃഗങ്ങളുടെ ഒരു എന്താ പറയുന്ന ഇറച്ചിയുടെ ഒരു ഭാഗം കൊണ്ടുവന്ന് ഭഗവാന് നേദിക്കും. പിറ്റേ ദിവസം രാവിലെ പൂജാരി വരുമ്പോഴത്തേക്ക് അയ്യോ ഇതിന്റെ പുറത്ത് എന്താ? അദ്ദേഹം വീണ്ടും എല്ലാം വൃത്തിയാക്കി എല്ലാം നല്ലവണ്ണം പൂജയൊക്കെ ചെയ്തിട്ടു. കാട്ടാളൻ വന്ന് വീണ്ടും പഴയപടി ചെയ്യും. അങ്ങനെ ഇവർ രണ്ടുപേരും മാറി മാറി ചെയ്തുകൊണ്ടിരുന്നു. അവസാനം ശിവഭഗവാൻ വിചാരിച്ചു ഇതിൽ ആർക്കാ ഭക്തി എന്ന് നമുക്കൊന്ന് പരിശോധിക്കാമെന്ന് വിചാരിച്ചിട്ട് ഒരു ദിവസം ശിവഭഗവാൻ തന്റെ കണ്ണിൽ നിന്നും ഒരു രക്തം ഇങ്ങനെ ഒഴുക്കി ശിവലിംഗത്തിലൂടെ ഇങ്ങനെ രക്തം ഒഴുകുന്നത് കാണായിരുന്നു. അപ്പൊ പൂജാരി രാവിലെ വന്ന് ഇന്ന് നോക്കുമ്പോൾ പൂജാരി അയ്യോ ഭഗവാൻ എന്തോ കോപിച്ചു എന്നും പറഞ്ഞ് പൂജാരി പേടിച്ച് സ്ഥലം വിട്ട് ഓടിപ്പോയി. ഇദ്ദേഹം എന്ത് ചെയ്തു? കാട്ടാളൻ എന്ത് ചെയ്തു? അദ്ദേഹം തന്റെ കണ്ണ് ചൂഴ്ന്ന്, ഭഗവാന്റെ കണ്ണ് പോയി, അപ്പൊ ഭഗവാന് കണ്ണ് വേണ്ടേ, കണ്ണ് ഇതായെന്ന് പറഞ്ഞിട്ട് അപ്പൊ തന്റെ കണ്ണ് ചൂഴ്ന്നെടുത്ത് ഭഗവാന് വെച്ചു കൊടുത്തു അല്ലെ. അപ്പൊ നോക്കുമ്പോ അടുത്ത കണ്ണിൽ നിന്ന് രക്തം വരുന്നു. അപ്പൊ ഇദ്ദേഹം എന്ത് ചെയ്യും? ഈ കണ്ണും കൂടെ ചൂഴ്ന്നെടുത്ത് ഭഗവാന് വെച്ചു കൊടുക്കും. അപ്പൊ ഭഗവാൻ തൃപ്തരാകും. എന്തുകൊണ്ടാ? മനസ്സറിഞ്ഞ് ചെയ്തത് ആ കാട്ടാളനായിരുന്നു അല്ലെ. അദ്ദേഹത്തിനാണ് ഭഗവാനോട് ശരിക്കും പൂർണ്ണ സമർപ്പണം. അദ്ദേഹം
ഭഗവാൻ പ്രത്യക്ഷപ്പെട്ട് ഇദ്ദേഹത്തിന് 2 കണ്ണും കൊടുത്തു തിരിച്ചു എന്നാണ് പറയുന്നത്. അത് ഒരു കഥയാണ് എങ്കിൽ പോലും ആ കഥയുമായി ബന്ധപ്പെട്ട് ഇന്നും അത്തരം ഒരു ക്ഷേത്രം നമുക്കുണ്ട്. എവിടെയാണെന്ന് അറിയാമോ? കാളഹസ്തി. കാളഹസ്തി ശിവക്ഷേത്രത്തില് ഈ കാട്ടാള, അതായത് അമ്പലത്തിന്റെ അവിടുന്ന് ഒരു ചെറിയ സൈഡിലൂടെ പടി കയറി നമുക്ക് ഈ കുന്നിന്റെ മുകളിൽ നിന്ന് പോവാം. കണ്ണപ്പനോ അതങ്ങനെ കണ്ടുമാണ് ആ കാട്ടാളിന്റെ പേര്. അവിടെ ഒരു ശിവന്റെ അമ്പലം മുകളിലുണ്ട്. നമുക്ക് തൊഴുതിട്ട് തിരിച്ചു വരാം. കാളഹസ്തി പോണവർക്ക് എല്ലാം അറിയാം അങ്ങനെ ഒരു അമ്പലം ഉണ്ടെന്ന്. അപ്പം ആ കാട്ടാളന് തന്റെ ഭക്തിയാണ് ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടതും അനുഗ്രഹിച്ചതും അല്ലെ. ഡെയിലി കൊണ്ടുപോയി പൂവും ഇതും എല്ലാം ഭക്ഷണമൊക്കെ നേദ്യവും എല്ലാം കൊടുത്തിരുന്ന പൂജാരിയെ കാട്ടി ആത്മാർത്ഥവും ആയിട്ട് ചെയ്തത് ആരാണ്? ഈ കണ്ണപ്പൻ എന്ന് പറയുന്ന ഈ കാട്ടാളനാണ്. അപ്പൊ അദ്ദേഹത്തിനോടാണ് ഭഗവാന് ഇഷ്ടം. അപ്പൊ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി അല്ലെ, അതുപോലെ തന്നെയാണ് നമ്മൾ ശബരി. ശ്രീരാമസ്വാമി വന്നപ്പോൾ എല്ലാ കനികളും കടിച്ചു നോക്കിയിട്ടാണ് വെച്ചത്. ഏതാണ് നല്ലതെന്ന് ഭഗവാന് കൊടുക്കാൻ കടിച്ചിട്ട്. അവര് ശബരി എന്ന് പറയുന്നത് കാട്ടാള സ്ത്രീയാണ്, കാട്ടിൽ വസിക്കുന്നവരാണ് അല്ലേ. അപ്പൊ അവര് കടിച്ചു നോക്കിയിട്ടാണ് കൊടുത്തത്. ഭഗവാൻ ശ്രീരാമന് എന്തെങ്കിലും അതിന് വിഷമം തോന്നിയിട്ടുണ്ടോ? അപ്പൊ നമ്മൾ ചെയ്യുന്നതിന്റെ മനസ്സിന്റെ പൂർണ്ണതയാണ് എല്ലാ കാര്യത്തിനും അടിസ്ഥാനം. അത് ആ മനസ്സ് നമ്മൾ പൂർണ്ണമായിട്ട് ഭഗവാനിൽ അർപ്പിച്ചുകൊണ്ട് എന്ത് കാര്യം ചെയ്തു കഴിഞ്ഞാലും അവർക്ക് 100 മേനി കിട്ടും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. അപ്പൊ ഇത്തരം കാര്യങ്ങളിൽ നമ്മൾ ശ്രദ്ധ ചെയ്യണം. അന്ധവിശ്വാസങ്ങളിലോട്ട് നമ്മൾ പോകരുത്. അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ളത്, ഈ നമ്മുടെ ഇപ്പൊ ഏറ്റവും വലിയൊരു അന്ധവിശ്വാസം ഇപ്പൊ നമ്മുടെ ഇടയിലുള്ളത് അക്ഷയ തൃതീയയാണ്. ഒരു കാരണവശാലും ഈ അക്ഷയ തൃതീയ പോലെ ഉള്ളതിലൊന്നും ചാടി വീണ് നമുക്ക് അല്ലെങ്കിൽ സ്വർണം വാങ്ങിച്ചു വെച്ചാൽ വീട്ടിൽ നല്ലതാ. അതിപ്പോ അക്ഷയ തൃതീയക്ക് തന്നെ വാങ്ങിച്ചു വെക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. ഈ അക്ഷയ തൃതീയ എന്ന് പറയുമ്പോ ഇല്ലാത്തവൻ എവിടെന്നെങ്കിലും പൈസ ഉണ്ടാക്കിയെങ്കിലും കൊണ്ടുപോയി ഒരു പൊട്ടെങ്കിലും മേടിച്ചു വെക്കും. ഇതൊക്കെ ആരുടെ ബിസിനസ് കൂട്ടാനാ? ഇതെല്ലാം ജ്വല്ലറി ആണ് അവർ കൂടുതലും. ജോസ്കോയും ആലുക്കാസും, ഞാൻ ആരുടെയും പേര് വിമർശിക്കുകയല്ല, എല്ലാരും ഉണ്ട്, നമ്മുടെ മാനേജ്മെന്റും ഉണ്ട്. എന്നാലും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഹിന്ദു മാനേജ്മെന്റിനെ അല്ലെങ്കിൽ ഹിന്ദു വിശ്വാസത്തെ കളിയാക്കുന്ന മറ്റ് ആൾക്കാരുടെ മാനേജ്മെന്റ് ആളാണ് വലിയ പരസ്യം കൊടുക്കുന്നത്. ഫുൾ പേജ് പരസ്യം നമ്മൾ പത്രത്തിലൊക്കെ കൊടുക്കണം, അക്ഷയ തൃതീയ എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലേ. അപ്പൊ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അന്ധവിശ്വാസങ്ങൾ പാടില്ല. നിങ്ങൾ എന്ത് വേണമെങ്കിലും പോയി അവിടെ നിന്ന് മേടിച്ചോ, അലുക്കാസിന്നോ ജോസ്കോയെന്നോ എവിടെ വേണമെങ്കിലും മേടിച്ചോ. പക്ഷെ അത് ഇതെന്ന് പറയുമ്പോൾ നമ്മൾ ഓടിപ്പോയി മേടിക്കരുത്. നമുക്ക് ഇഷ്ടമുള്ളപ്പോൾ നമ്മൾ പോയി മേടിക്കണം. അതല്ലാതെ ഇത് മനുഷ്യരെ പറ്റിക്കാൻ വേണ്ടി പല കാര്യങ്ങളും പറയും. ഇത്തരം കാര്യങ്ങളിലൊന്നും നമ്മൾ ചെന്ന് വീണു കൊടുക്കാതിരിക്കുക. അത് നമ്മുടെ കുട്ടികളോടും മനസ്സിലാക്കി കൊടുക്കുക. ഇന്ന് നമുക്കറിയാം അല്ലേ, ജിഹാദിന്റെയൊക്കെ ഒരുപാട് കാലങ്ങളാണ്. അതിലൊന്നും നമ്മുടെ കുട്ടികൾ, ഇതില് ധാരാളം പെൺകുട്ടികളുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ കാര്യം പറയുന്നത്. അതിലോട്ടൊന്നും നമ്മുടെ കുട്ടികൾ പോകരുത്. നമുക്ക് നമ്മുടേതായ വിശ്വാസങ്ങളുണ്ട്, നമുക്ക് നമ്മുടേതായ ആചാരങ്ങളുണ്ട്. ആ ആചാരങ്ങൾ ഒരു പക്ഷേ നിങ്ങൾക്ക് അവര് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ അന്നേരം നിങ്ങൾക്ക് അതിനുള്ള ഒരു മറുപടി ഉണ്ടാവില്ലായിരിക്കും. പക്ഷെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഒരു കാര്യത്തിനും ഒരു സയന്റിഫിക് റീസണും ഇല്ലാത്തൊരു ആചാരം നമ്മുടെ ഇടയിൽ ഇല്ല. ഇവര് കളിയാക്കുമായിരിക്കും. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, നമ്മൾ ഫിസിക്സ് പഠിക്കുന്നു, കെമിസ്ട്രി പഠിക്കുന്നു, കെമിസ്ട്രിയിലെ എല്ലാ കാര്യവും നമുക്കറിയാമോ? ഫിസിക്സിലെ എല്ലാ കാര്യവും നമുക്കറിയാമോ? ഇല്ലല്ലോ. അറിഞ്ഞൂടാത്ത കുറെ കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളായിരിക്കും നമ്മളെ അടുത്ത് അവര് ചോദിക്കുന്നത്. അപ്പം പറയേണ്ടത് ആയിരിക്കാം, എനിക്കിപ്പോ തൽക്കാലം പറഞ്ഞുതരാൻ അറിയില്ല, പക്ഷെ എന്തായാലും അത് തെറ്റാവില്ല. എന്റെ പൂർവികർ അത് പാലിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ ആചാരങ്ങൾ നിലനിർത്തി കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അതിൽ എന്തെങ്കിലും ഒരു സത്യം കാണും എന്നൊരു പൂർണ്ണ വിശ്വാസം നമ്മുടെ കുട്ടികളുടെ ഇടയിൽ ഉണ്ടാവണം. നമ്മുടെ കുട്ടികൾ അത് പറയാനുള്ള ആർജവം കാണിക്കണം. മറ്റു പലരും പല വാഗ്ദാനങ്ങളും പല വഴിതെറ്റിക്കാനുള്ള രീതികളും എല്ലാം കാണിക്കും. നമ്മളെയൊക്കെ അവർ വെറും ഒരു ചരക്കായിട്ടായിരിക്കും ചില സമയം കാണുന്നത്. അതൊരു കാശിന് വേണ്ടി മാത്രമായിരിക്കും നമ്മളെ കാണുന്നത്. അതിലൊന്നും നമ്മുടെ കുട്ടികൾ ചെന്ന് പെടരുത്. നമുക്കൊരു ധർമ്മത്തിൽ ഊന്നിയിട്ടുള്ള ഒരു ജീവിതശൈലിയുണ്ട്. ആ ജീവിതശൈലി നമ്മൾ മുന്നോട്ട് കൊണ്ടുപോവുക. തീർച്ചയായിട്ടും നമുക്ക് വിജയമുണ്ടാവും. നോക്കൂ, നമുക്ക് ഇന്ന ദിവസം
അമ്പലത്തിൽ പോകണമെന്നോ അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങൾ ചെയ്താലേ നിങ്ങൾ ഹിന്ദു ആവുള്ളൂ എന്ന് ഓരോരുത്തും പറഞ്ഞിട്ടില്ല. പക്ഷെ ഇത്രയും ലൂസായിട്ട് വിട്ടേക്കുന്നുണ്ടെങ്കിൽ പോലും നമ്മൾ ഇത്രയും എന്താ പറയുക നമ്മൾ അഡമന്റ് ആയിട്ട് പറഞ്ഞിട്ടില്ല എങ്കിൽ പോലും നമ്മുടെ ഈ ഒരു സനാതനധർമ്മം ഇപ്പോഴും നശിച്ചു പോവാതെ നിലനിൽക്കുന്നു എന്നുണ്ടെങ്കിൽ അതില് എന്തോ ഒരു ശക്തി ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഇത്രയും എന്താ പറയാ, നമുക്ക് ഭയങ്കര ലിബറൽ ആയിട്ട് നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. ഞാൻ അമ്പലത്തിൽ പോവാതിരുന്നാലും പോയാലും പൂജിച്ചാലും വിളക്ക് കത്തിച്ചാലും കത്തിച്ചില്ലേലും ഞാൻ ഹിന്ദു ആയിട്ട് ഞാൻ ജീവിക്കുമ്പോ നമ്മുടെ ഈ സനാതനധർമ്മം നശിക്കാതിരിക്കുന്നെങ്കിൽ അതിന്റെ പിന്നിൽ വളരെ വലിയൊരു ശക്തിയുണ്ട്. അത് മാത്രം നമ്മൾ മനസ്സിലാക്കിയാൽ മതി. നമ്മളെ കുട്ടികളെ വേറെ ഒരു രീതിയിലും ചിന്തിക്കരുത്. നമ്മളാണ് സത്യം, നമ്മളാണ് സത്യത്തിൽ അടിസ്ഥാനപ്പെടുത്തി ജീവിക്കുന്നത്. നമ്മളൊരു വ്യക്തിയെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഒരു മതവിഭാഗമല്ല. അത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലെ ഞാൻ പറഞ്ഞായിരുന്നു. ഒരു വ്യക്തിയിൽ മാത്രം ഒതുങ്ങിക്കൂടുന്ന ഒരു മതവിഭാഗമല്ല. നമ്മളൊരു ധർമ്മത്തിൽ അടിസ്ഥാനപ്പെടുത്തി ജീവിക്കുന്ന ഒരു സമൂഹമാണ്. ആ സമൂഹത്തിൽ നമ്മൾ ആത്മാഭിമാനത്തോടു കൂടി ജീവിക്കുക. ഇത്രയും മാത്രമേ എനിക്ക് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളൂ. എൻ്റെ മക്കളുടെ പ്രായത്തിലുള്ള മക്കളാണ് ഇതിൻ്റെ അകത്ത് ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഈ ഒരു കാര്യം കൂടെ കൂട്ടിച്ചേർത്തത്. എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. എൻ്റെ വാക്കുകളെല്ലാം ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ലക്ഷ്മി, awesome കേട്ടോ, ഭയങ്കര ഒരു സെഷൻ ആയിരുന്നു. എനിക്ക് ഒരു ചോദ്യമുണ്ട്. നമ്മള് ഇങ്ങനെ അനുഗ്രഹം വാങ്ങുക അല്ലെങ്കിൽ ദക്ഷിണ കൊടുക്കുമ്പം അങ്ങനെ നമ്മൾ ചെയ്യുമ്പം മൂത്തവർക്കാണല്ലോ നമ്മൾ ഇത് കൊടുക്കുന്നത്. അപ്പൊ അവരാണോ കിഴക്കോട്ട് നോക്കി നിൽക്കേണ്ടത് അതോ കൊടുക്കുന്നവരാണോ കിഴക്കോട്ട് നോക്കി നിൽക്കേണ്ടത്? അത് സാധാരണ എന്താണ് നമ്മുടെ നാട്ടിൽ ചെയ്യുന്നത്? അല്ല, നമ്മള് ഇപ്പം ഒരു അമ്പലത്തിൽ പോകുമ്പോഴത്തേക്ക് നമ്മള് ആരാണ് കിഴക്കോട്ട് നോക്കി നിൽക്കുന്നത്? അമ്പലത്തിലെ പ്രതിഷ്ഠയാണ്. ആരാ വലുത് അവിടെ? പ്രതിഷ്ഠയാണ് വലുത്. അപ്പം നമ്മള് മുതിർന്ന ആൾക്കാര് കിഴക്കോട്ട് നോക്കി നിൽക്കുകയും നമ്മൾ അദ്ദേഹത്തിന് കൊടുക്കുകയും ചെയ്യുന്നതിന് ആണ് ഉത്തമം. പിന്നെ മറ്റത് തെറ്റെന്ന് പറയാനില്ല. കാരണം നമ്മൾ ആ ഡയറക്ഷൻ എങ്ങനെയായാലും വരണം എന്നുള്ളതേ ഉള്ളൂ. കിഴക്ക് പടിഞ്ഞാറ് എന്നുള്ള ഒരു ഡയറക്ഷൻ വരണം എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ നമ്മൾ ദക്ഷിണയൊക്കെ കൊടുക്കുന്ന സമയത്ത് സാധാരണ വെറ്റിലയിലാണ് ദക്ഷിണ കൊടുക്കുന്നതെങ്കിൽ ഒരു മിനിറ്റ് ഒന്ന് മ്യൂട്ട് ചെയ്യാമോ? കേട്ടില്ല. ലാസ്റ്റ് ഒന്നുകൂടെ പറയൂ. നമ്മള് വെറ്റില കൊടുക്കില്ലേ? വെറ്റില വെച്ച് നമ്മൾ ദക്ഷിണ കൊടുക്കുമല്ലോ. ആ സമയം വെറ്റിലയുടെ തുമ്പ് വരുമല്ലോ, തുമ്പ് ഇങ്ങനെ, ആ തുമ്പ് വരുന്നത് നമ്മുടെ ഭാഗത്തോട്ടായിരിക്കണം, കൊടുക്കുന്ന ആളുടെ ഭാഗത്തോട്ടായിരിക്കണം. അപ്പൊ നമ്മൾ എന്തായാലും അതില് 1 രൂപയെങ്കിലും വെച്ചായിരിക്കും നമ്മൾ കൊടുക്കുന്നത്. ആ കൊടുക്കുന്ന സമയത്ത് ഈ തുമ്പ് നമ്മളെ ഭാഗത്തോട്ട് നിൽക്കണം. ആ രീതിയിൽ വേണം നമ്മൾ ദക്ഷിണ കൊടുക്കേണ്ടത്. മറ്റത് ഈ മുതിർന്ന ആള് കിഴക്കോട്ട് നിൽക്കുന്നതായിരിക്കും ഉചിതം. പിന്നെ അതില് തിരിഞ്ഞു നിന്ന് ചെയ്തെന്ന് പറഞ്ഞ് തെറ്റൊന്നുമില്ല. കാരണം എന്താ വെച്ചാൽ നമ്മൾ ആ ദിക്ക് മാത്രം നോക്കുന്നു. കിഴക്ക് പടിഞ്ഞാറ് എന്നുള്ള ഒരു ദിക്ക് മാത്രമേ നമ്മൾ നോക്കുന്നുള്ളൂ. പിന്നെ ഇനി വേറെ ഒരൊറ്റ കാര്യം ഞാൻ പറയാൻ വിട്ടുപോയ ഒരു കാര്യമുണ്ട്. നമ്മൾ വിളക്കണയ്ക്കുന്നത് എങ്ങനെ? അതെല്ലാരും വിളക്ക് എങ്ങനെ അണയ്ക്കും? ചിലർ ഊതി അണയ്ക്കണോ, ഇറക്കണോ, പൂവച്ച് അണയ്ക്കണോ എന്നൊക്കെ നമ്മളോട് പലതും ചോദിക്കാറുണ്ട്. വിളക്ക് എന്ന് പറയുന്നത് നമ്മള് ദേവനെപ്പോഴും ഞാൻ പറഞ്ഞല്ലോ, പഞ്ചഭൂതങ്ങളുടെ പ്രതീകമായിട്ട് പഞ്ചോപചാര പൂജയാണ് സാധാരണഗതിയിൽ നമ്മൾ ഭഗവാന് കൊടുക്കുന്നത്. അപ്പൊ പഞ്ചോപചാരം എന്ന് പറയുമ്പോഴത്തേക്ക് ഈ പഞ്ചഭൂതങ്ങളെ പ്രതിനിധീകരിച്ച് ഓരോന്ന് കൊടുക്കും. അപ്പൊ ഇപ്പൊ പൃഥ്വിയെ പ്രതിനിധീകരിച്ചാണ് ചന്ദനം കൊടുക്കുന്നത്. അതുപോലെ തന്നെ ജലത്തെ പ്രതിനിധീകരിച്ചാണ് നമ്മൾ അവിടെ ഏതെങ്കിലും തീർത്ഥം വെക്കുന്നത്, അല്ലെങ്കിൽ കിണ്ടിയിൽ തീർത്ഥം വെക്കുന്നത്. അതുപോലെ തന്നെ അഗ്നിയെ പ്രതിനിധീകരിച്ചാണ് ദീപം, അല്ലെങ്കിൽ തേജസ്സിനെ പ്രതിനിധീകരിച്ചാണ് നമ്മളവിടെ ദീപം വെക്കുന്നത്. ആകാശത്തിനെ പ്രതിനിധീകരിച്ചാണ് നമ്മളവിടെ പുഷ്പം വെക്കുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ വെക്കുമ്പോഴത്തേക്ക് ഈ പഞ്ചഭൂതങ്ങൾ സൃഷ്ടിച്ചപ്പോൾ അതില് ആദ്യം ആകാശം ഉണ്ടായെന്നും അതിൽ നിന്നും വായു ഉണ്ടായെന്നും അതിനുശേഷമാണ് ആ വായുവിൽ നിന്നാണ് അഗ്നി ഉണ്ടായതും എന്നാണ് പറയുന്ന ആ ഒരു ഓർഡറിൽ അവരുടെ ഇതിൽ പറയുന്നത്. അപ്പോ
അതില് ആകാശത്തിൽ നിന്നും വായുവിൽ നിന്നും അഗ്നി എന്നാണ് പറയുന്നത്. അപ്പൊ തിരിച്ച് ഈ അഗ്നിയെ വായുവിലോട്ട് ലയിപ്പിക്കുന്നതാണ് എപ്പോഴും നല്ലത്. അപ്പൊ എന്ത് ചെയ്യണം? വായു കൊണ്ട് വേണം ഈ അഗ്നിയെ അണയ്ക്കാൻ. ഊതി അണയ്ക്കരുത്. വായുവിനെ എങ്ങനെ നമുക്ക് ഉണ്ടാക്കാം? കൈ കൊണ്ട് കുടഞ്ഞുണ്ടാക്കാം, അല്ലെ? പക്ഷെ ഊതി ഒരു കാരണവശാലും അണയ്ക്കരുത്. കാരണം ഊതുമ്പം നമ്മുടെ വായിൽ നിന്നുള്ള ആ ഒരു സലൈവയൊക്കെ കൂടെ അതിലോട്ട് വീഴും. അപ്പൊ അതുകൊണ്ട് ഒരു കാരണവശാലും ഊതി അണയ്ക്കരുത്. കൈ കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വിശറി കൊണ്ടോ നമുക്ക് വീശി അണയ്ക്കാവുന്നതാണ്. അതിന്റെ കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്: പഞ്ചഭൂതങ്ങളിൽ ആദ്യം ആകാശം ഉണ്ടായെന്നും പിന്നെ വായു ഉണ്ടായെന്നും പിന്നെ അഗ്നി ഉണ്ടായും എന്നാണ് പറയുന്നത്. അതാണ് അതിന്റെ ആ ഓർഡർ എന്ന് പറയുന്നത്. അപ്പൊ ഈ അഗ്നിയെ തിരിച്ച് നമ്മൾ വായുവിലോട്ട് ലയിപ്പിക്കുന്നു. അതാണ് അതിന്റെ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ചിലര് പുഷ്പം വെച്ച് നമ്മൾ അണയ്ക്കാറുണ്ട്. പക്ഷെ പുഷ്പം വെച്ച് അണയ്ക്കുന്നത് ശരിയല്ല. കാരണം പുഷ്പം ആ സമയത്ത് അതില് കത്തും. പുഷ്പം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു ആകാശത്തിന്റെ പ്രതീകമാണെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അപ്പൊ അതിലോട്ട് അത് കത്തിപ്പോവും. അപ്പൊ അത് വേണ്ട. പക്ഷെ നമ്മൾ ചില ഇതിലൊക്കെ ഹോമത്തിലൊക്കെ നമ്മൾ പുഷ്പങ്ങൾ അർപ്പിക്കുന്നുണ്ട്. അത് വേറെ രീതിയാണ്, അതിന്റെ കൺസെപ്റ്റ് വേറെയാണ്. പക്ഷെ നമ്മൾ വിളക്കണയ്ക്കുന്ന സമയത്ത് ഒരു കാരണവശാലും പുഷ്പം കൊണ്ട് അണയ്ക്കരുത്, കൈ കൊണ്ട് വീശി അണച്ചാൽ മതി. Thank you. Geeta? ലക്ഷ്മി, ഞാനിവിടെ എൻ്റെ ഒരു ദൗത്യം എന്ന് പറയുന്നത് വോട്ട് ഓഫ് താങ്ക്സ് ആയിരുന്നു. ഞാനിവിടെ എന്തൊക്കെയോ എഴുതി വെച്ചു വോട്ട് ഓഫ് താങ്ക്സ് പറയാൻ. പക്ഷെ ആഫ്റ്റർ ലിസണിങ് ടു യു, എനിക്ക് ശരിക്കും ഓരോരോ സെന്റൻസിലും ഗൂസ് ബംസ് ആയിരുന്നു ലക്ഷ്മി. താങ്ക് യു സോ മച്ച്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ റെക്കോർഡിംഗ് ആണ് കേട്ടത്. ഈ പ്രാവശ്യം എനിക്കിവിടെ ഇരുന്ന് ലക്ഷ്മിന്റെ ഇറ്റ് വാസ് സോ ഇൻറ്റൻസ്. ലക്ഷ്മി തുടങ്ങിയത് ദേവാലയം തൊട്ട് പ്രാണപ്രതിഷ്ഠ. അപ്പൊ ഞാൻ പോയത് എൻ്റെ കുടുംബക്ഷേത്രമാണ്, കോഴിക്കോട് മാങ്കാവില് ശിവക്ഷേത്രമാണ്. അവിടെ എത്തി. പിന്നെ അമ്പലത്തിലത്തെ പ്രദക്ഷിണം വെക്കാൻ പറഞ്ഞപ്പോ ഞാൻ വടക്കുന്നാഥന്റെ അവിടെയാണ് എത്തിയത്. പിന്നെ ചന്ദനം എന്ന് പറഞ്ഞപ്പോ ഗുരുവായൂരെത്തി. അങ്ങനെ ഇന്ന് രാവിലെ എനിക്ക് ഒരു ക്ഷേത്ര ദർശനം തന്നെ കിട്ടി ലക്ഷ്മി. താങ്ക് യു സോ മച്ച്. അതും ഈ ഓട്ടപ്രദക്ഷിണം എന്ന് പറഞ്ഞപ്പോ ഞാൻ ചിരിച്ചുപോയി. ബിക്കോസ് നാട്ടിൽ പോണ സമയത്ത് നമ്പർ ഓഫ് ടെമ്പിൾസ് ആണ് ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കണം. പക്ഷെ അതിൽ ഒരു അമ്പലത്തിൽ പോയാലും അത് ശരിക്കും അത് ചെയ്യണം എന്നാണ് ഇന്നിപ്പോ ലക്ഷ്മി പഠിപ്പിച്ചത്. സോ ഈ ഓട്ടപ്രദക്ഷിണം എന്നുള്ളത് എൻ്റെ ഡിക്ഷണറിയിൽ ഉള്ള ഒരു സംഗതിയാണ്. കോഴിക്കോട് പോകുമ്പോൾ ഈ 4 അമ്പലത്തിൽ പോകണം, അല്ലെങ്കിൽ തൃശ്ശൂർ പോകുമ്പോൾ ഇവിടെ പോകണം. അതുകൊണ്ട് എനിക്ക് പറയാൻ വാക്കുകളില്ല. താങ്ക് യു സോ മച്ച്. അതേപോലെ വടക്കുന്നാഥന്റെ അവിടെ എപ്പോഴും നമ്മൾ രാവിലെ, വീട് അടുത്താണ് എൻ്റെ ഹസ്ബൻഡിന്റെ വീട്, അപ്പൊ ആ ബ്രഹ്മമുഹൂർത്ത സമയത്ത് തന്നെയാണ്. അപ്പൊ ആക്ച്വലി എൻ്റെ ചേച്ചി അതിനെപ്പറ്റി ഒരു ആർട്ടിക്കിൾ എഴുതിയിട്ടുണ്ട്. എന്തിനാണ് ജിമ്മിൽ പോണത്? ആ ഒരു നടത്തം, ആ ഒരു പ്രദക്ഷിണം വടക്കുന്നാഥന്റെ അവിടെ, പിന്നെ നമ്മൾ നേരെ പോവുക പാർമേക്കാവ് ഭഗവതീനെ തൊഴാൻ, തിരിച്ചു വരിക, അത് തന്നെ ഒരു 2 hours ആണ്. അത് ശരിക്കും നമ്മൾ റൗണ്ടിന്റെ അവിടെ തന്നെയാണ് താമസിക്കുന്നത്. എന്നിട്ടും അതൊരു 2 മണിക്കൂറിന്റെ ഒരു ദർശന സമയമാണ്. അപ്പൊ അങ്ങനെ. പിന്നെ പ്രസാദം, ഇവിടെ വന്നിട്ട് അമേരിക്കയിലെ അമ്പലത്തിന്റെ ഉള്ളിൽ നിന്നാണ് പ്രസാദം തരിക. തീർത്ഥം തരും, തീർത്ഥം നമ്മളിങ്ങനെ ഇതാക്കി വെക്കും, പക്ഷെ പ്രസാദം തരും. അതിൻ്റെ ഉള്ളിൽ ഒരു കലബല വർത്തമാനം, അവിടുന്ന് തന്നെ ആ പ്രസാദം കഴിക്കുക. ഇതൊക്കെ എൻ്റെ ഒരു ഔട്ട്ലുക്ക് ഓൺ ഗോയിങ് ടു അമ്പലം തന്നെ മാറ്റിയിരുന്നു ലക്ഷ്മി. ആൻഡ് എനിക്ക് ഇത്രയും പ്രായമായിട്ട്, അപ്പോൾ നമ്മുടെ മക്കൾക്ക് ഇത് ഈ ചെറുപ്പപ്രായത്തിൽ ഇതൊക്കെ അറിയാൻ വന്നത് വലിയൊരു കാര്യം തന്നെ. അവര് ഇനി ഞാൻ ഓർക്കും, ഇനി ഒരു അമ്പലത്തിൽ പോകുമ്പോൾ ലക്ഷ്മി എന്ന് പറഞ്ഞ എല്ലാം ഞാൻ ഓർത്തിട്ടേ അവിടെ ഇനി നടക്കാൻ. ഐ ട്രൈ മൈ ബെസ്റ്റ് ഡെഫിനറ്റ്ലി. ആൻഡ് അടുത്ത പ്രാവശ്യം ട്രിവാൻഡ്രം വരുമ്പോൾ എനിക്ക് എന്തായാലും മീറ്റ് ചെയ്യണം ലക്ഷ്മിനെ. ആൻഡ് എത്ര ഇൻസൈറ്റ്ഫുൾ ആയിരുന്നു ആൻഡ് എത്ര ഒരു ഭംഗിയിൽ അത് പ്രസന്റ് ചെയ്തു ലക്ഷ്മി. നമുക്ക് അത്
എനിക്ക് ചില സ്ഥലങ്ങളിൽ ഞാൻ ചെയ്യുന്നത് തെറ്റ്, അയ്യോ ഞാൻ അങ്ങനെ ചെയ്യാൻ പാടില്ല, ഒരു ചെറിയൊരു കുറ്റബോധം വന്നാലും അത് ലക്ഷ്മി എന്ത് രസത്തിലാണ്, ഭഗവാനെ എല്ലാവരും ഒരുപോലെയാണ്. അതുകൊണ്ട് ഫുൾ ഹാർട്ടഡ് ആയിട്ട് നമ്മൾ അവിടെ എന്ത് ചെയ്താലും അതൊരു വലിയൊരു കാര്യമാണെന്ന് മനസ്സിലാക്കി തന്നതിൽ വളരെ വളരെ നന്ദി. എംപവർ ഫൗണ്ടേഷൻ്റെ ഓൺ ബിഹാഫ് ഓഫ് ദ ഫൗണ്ടേഷൻ, നമ്മളുടെ സ്പോൺസേഴ്സ്, മെന്റേഴ്സ്, കുട്ടികൾ, വളരെ നന്ദി ലക്ഷ്മി. ഞാൻ എഴുതി വെച്ചത് ഒന്നും വായിച്ചിട്ടില്ല, ഇത് എൻ്റെ മനസ്സിൽ നിന്ന് വന്നത് ഞാൻ വായിച്ചത്. സന്തോഷം. താങ്ക് യു സോ മച്ച്. സന്തോഷം. എല്ലാം എന്നെ കൊണ്ട് ഭഗവാൻ പറയിപ്പിച്ചതാണ്. ഇതൊന്നും ഇപ്പം ഞാനും ഈ പറഞ്ഞതുപോലെ നോട്ടൊക്കെ തയ്യാറാക്കി വെച്ചു, ഒരു പുസ്തകം എടുക്കണമെന്ന് വിചാരിച്ചു, അത് വിട്ടു. പക്ഷെ ഇതെല്ലാം എൻ്റെ ഭഗവാൻ എന്നെ കൊണ്ട് പറയിപ്പിക്കുന്നതാണ്. നിങ്ങളത് എല്ലാവർക്കും കേൾക്കാൻ യോഗമുള്ളതുകൊണ്ടാണ്. അല്ലെങ്കിൽ ചിലപ്പോൾ എനിക്കത് പറയാൻ പറ്റിയെന്നിരിക്കില്ല. അതാണ് അതിന്റെ ഹ്യൂമിലിറ്റി. ആ ഹ്യൂമിലിറ്റി ഉള്ളതുകൊണ്ടാണ് അത് ഇത്രയും രസത്തിൽ പറയാൻ പറ്റുന്നതും. ഇൻ പ്ലെയിൻ ലാംഗ്വേജ്. എൻ്റെ മലയാളം അത്ര നല്ലതല്ല. സോ ലക്ഷ്മി പറഞ്ഞ ഓരോ വാക്കും എനിക്ക് മനസ്സിലായി. ആൻഡ് ഒരു അമ്പലം ഞാൻ വിട്ടുപോയത്, അയ്യപ്പനെ പറ്റി പറയുമ്പോൾ, ഞാൻ ചെന്നൈയിൽ ജനിച്ചു വളർന്ന കുട്ടിയാണ്. അവിടെ മഹാലിംഗപുരത്ത് വളരെ ഭംഗിയുള്ള ഒരു അയ്യപ്പന്റെ അമ്പലം ഉണ്ട്. പണ്ട് ഞാൻ കാർ ഓടിക്കാൻ പഠിച്ചപ്പോൾ അമ്മേനെ അമ്പലത്തിൽ കൊണ്ടുപോലായിരുന്നു എൻ്റെ ജോലി. അപ്പൊ ഞാൻ പറയും, ഇതിനാണോ ഞാൻ കാർ ഓടിക്കാൻ പഠിച്ച? അന്ന് തൊട്ട് 18-ാം വയസ്സ് തൊട്ട് പോണ ഒരു അമ്പലമാണ് അത്. So beautiful. Thank you so much. Beautiful session, especially with stories. Beautiful. Thank you, Lakshmi.